ജോസഫേ, മോനും മരോളും പോയില്ലടാ? ഞാൻ കൊണ്ടേ പോവുള്ളൂ. വിശാലാൻറ്റി പാല്. ഉല്ലാസേട്ടൻ എന്താ പറ്റിയേ? ആർക്കറിയാം മോളെ, രാവിലെ തൊട്ട് തുടങ്ങിയതാ. മൂട്ടിൽ വെയിലൊതിച്ചാലും എണീക്കാത്തോനാ. ഇന്ന് എന്താണേക്കുമല്ലോ പറ്റിയേ? മലമ പിത്താ പിത്താത്തേ, മലമ പിത്താ പിത്താത്തേ. അതെ, ഉല്ലാസേട്ടുണ്ടോ അവിടെ? ജയിച്ചാ മതിയേനു. ആ നടത്തം കണ്ടിട്ട് തോറ്റിട്ടുണ്ടാവുന്നാ തോന്നേ. പൊടി കരുന്നൊക്കെ വലിച്ചൊന്നും പറയാതെ. മലമ പിത്താ പിത്താ. എന്താണ് ഉല്ലാസം ഇത്ര നേരത്തെ? ഇന്നലത്തെ കെട്ടെന്ന് ഇറങ്ങിയില്ലേ? അശോകേട്ടാ, നിങ്ങൾ ചെല്ല്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മേ 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 അമ്മേ, എന്താണ്ടാ രാവിലെ തന്നെ തൊള്ളോർക്കുന്നേ? എനിക്ക് എൻട്രൻസ് കിട്ടി അമ്മേ. ഓ ആയിക്കോട്ടെ. എന്താ അമ്മേ, ഏട്ടന് രാവിലെ തന്നെ ലോട്ടറി അടിച്ചോ? മങ്കയുടെ നീരാട്ട് കഴിഞ്ഞാ? എന്റെ ഏട്ടന് എൻട്രൻസ് കിട്ടി, നാളെ കളക്ടർ ആവും. അമ്മേ, പ്രോത്സാഹിപ്പിച്ചില്ലേ, നിരുത്സാഹപ്പെടുത്തരുത്. മര്യാദയ്ക്ക് SLC ചെയ്തെടുക്കാൻ പറ്റാത്തവനാ ഡിഗ്രി ചെയ്തെടുക്കാൻ പോകുന്നു. അമ്മ അങ്ങനെ പറയരുത്. ഏട്ടൻ നമ്മുടെ തറവാട്ടിൽ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട ആളല്ലേ. സരസ്വതി മിസ് ഇംഗ്ലീഷിന്റെ പേപ്പർ കണ്ടപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അതിൽ കണ്ടുപിടിക്കേണ്ട ലിപികളുണ്ടെന്ന്. നിർത്തറി, നീ വലിയ പഠിത്തക്കാരി. ഇങ്ങനെ ഡിഗ്രി എടുത്ത കുറെ പേരുണ്ട്. ഓരോരോ മാഞ്ഞാളങ്ങള്. അത് ശരിയാ, പക്ഷെ ഇവരാരും സ്വന്തം അനിയത്തിയുടെ കൂടെ പഠിച്ചവരല്ല. ഉഷേ അമ്മേ, എനിക്ക് നല്ല കോൺഫിഡന്റ്. ഇത്തവണ ഞാൻ കഴിച്ചില്ലാവും. ഒന്നു മോനെ, അമ്മേന്റെ അടുത്ത് 5 പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പഠിക്കാൻ വിട്ടപ്പോ കൂട്ടുകാരൻ മൂടുന്നാങ്ങി നടന്നിട്ട് ഇപ്പൊ വലിയ ഡിഗ്രിക്കാരൻ വന്നിരിക്കുന്നു. വേണ്ട, എനിക്ക് എന്റെ അച്ഛൻ തന്നോളൂ. ആ ദേ വന്നല്ലോ നിങ്ങളുടെ അച്ഛൻ. മക്കളെ വന്നു നിങ്ങളെ അച്ഛൻ. അയ്യ എന്താ കോലം, ഇന്നെന്താ പിരിച്ചു കിട്ടോ? ട്രാൻസ്ഫർ. അച്ഛാ, എനിക്ക് എൻട്രൻസ് കിട്ടി. നീ എന്റെ പൊന്നു മോനാടാ. അയ്യോ എന്റെ ചട്ടി. ഓളിപ്പന്തിനാ പോയേ? പേടിക്കണ്ട, അമ്മയുടെ ചട്ടിയുടെ അത്ര തീരുമാനമായി. ഞാൻ കരുതി ഓള് ഒലക്കെടുക്കാൻ പോയി തയ്ക്കുന്നു. അത് മിക്കവാറും ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അമ്മേ, ഞാനിപ്പോ വരാ. അയലത്തെ പെണ്ണൊരു കണ്ണാള്. ഡാ ഈ എങ്ങോട്ട് എത്ര തിരക്കിട്ടിട്ട്? എന്താ? എന്തേന്നോ പുന്നാനമൊരു ഒരു പെണ്ണ് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? നിന്റെ ഗുണനിലവാരം അറിയാൻ വേണ്ടിട്ടേ പെണ്ണിന്റെ അച്ഛനും ബ്രോക്കറും ഇങ്ങോട്ട് വരും. ഓഹോ, ഉമ്മർത്തൊരു സാധനം കിടക്കണ കണ്ടല്ലോ. അക്കോലത്തിൽ എങ്ങ അങ്ങോട്ട് വന്നിട്ട് വെച്ചാല് ബാക്കി ഞാൻ പറയണില്ല. അമ്മക്കിത് എന്തിന്റെ സൂക്കേടാ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. അച്ഛാ, അച്ചോ, എനിക്കൊരു 50 വേണം. 50 റുപ്യ. ദാരിദ്ര്യവാസി തന്ത, ഇയാളാണ് എന്നെ പഠിപ്പിക്കാൻ പോണേ. ആ ഗീത എന്റെ അടുത്ത് അടിക്കാൻ കൊടുത്ത് മേടിക്കണേ. എനിക്ക് പറ്റൂല, ആ ഉഷോട് പറഞ്ഞോളി. ഈ ചെക്കൻ ഒരു കാര്യം പറഞ്ഞ കേക്കൂല. എന്തായി? ഞാൻ കഴിച്ചില്ലായി. നിങ്ങളാ? നമ്മളും ജയിച്ചു കൂറേ. എടാ കുഞ്ഞും തോറ്റടാ. ഓൻ തോറ്റില്ലെങ്കിൽ അതിശയുള്ളു. ആ ഏരപ്പന്റെ പണി തന്നെ. എന്തേ? ഓൻ പരീക്ഷ ഹാളിൽ ടീച്ചറുടെ വടയെ നോക്കിക്കായിരുന്നു. ഒരു വട ഉണ്ടാക്കിയ സൂയിപ്പേ. എന്നിട്ട് ഓനവിടെ ഓഫാ. എടാ നമ്മളെ ഗോപിയറിന്റെ ടീമിനെ കാണല്ലോ. അടിച്ചോപ്പായിണ്ടാവും. എന്താ ഇനി തണുപ്പില്ലേ? പിന്നെ ഇതെന്നാ തോട്ട് നോക്കിയാ നന്നായി.
രണ്ടെണ്ണം അടിക്കണ എന്തൊക്കെ പാടാ. അയ്യോ അവിടെ ഇരുന്നോ. എന്റെ കല്ല അവിടെ ഉണ്ട്. ഉല്ലാസ ക്ലാസ് എടുക്കടാ. ഞാൻ അടി നിർത്തി. അതെ, ഞാൻ അടി നിർത്തി. ഇനി ഡിഗ്രി എടുക്കും വരെ. അത് കഴിഞ്ഞിട്ടും. ഓഹോ, അപ്പനെ എനിക്ക് ജീവിതത്തിൽ അടിക്കാൻ പറ്റില്ലല്ലേ? അതെന്തേ? ഓനൊരു കാലത്തും ഡിഗ്രി എടുക്കൂല. നിർത്തടാ. ഉല്ലാസേ, ഈ അടി നിർത്തിക്കോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടല്ലടാ ഒരു പരീക്ഷ പാസ്സാവണത്. അതിന്റെ സന്തോഷത്തില് ഒരു പെഗ്, ഒറ്റ പെഗ് മതി. എന്നാ ശരി, ഒരു പെഗ്, ഒരൊറ്റ പെഗ്. കനക, ഈ ഭാസ്കരനോട് നാളെ വലിക്കാൻ വരാൻ പറഞ്ഞില്ലേ? നാളെ വരും. നാളെങ്കിലും വന്നാ നല്ലത്. തേങ്ങ മുഴുവൻ തൊയിഞ്ഞു പോവുക. ഇപ്പൊ കിലോന് 50 ഉറുപ്പ്യ വില. അത് കണ്ടോൽക്ക് പെറുക്കി കൊണ്ടുപോകാനല്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എന്ത് പറഞ്ഞാലും ഗണപതിയായിട്ടുള്ള പൈക്കളമാതിരി ഓന്റെ ഒരു തലയാട്ടല്. നിങ്ങളെ എവിടെയാണ് മുത്തപ്പ? അല്ല ദേ, ഞാനൊരു കാര്യം പറയട്ടോ. നാട്ടുകാര് ചില തെണ്ടികൾ ഇങ്ങനെ വിളിക്കണ്ടിച്ചിട്ടേ നമ്മള് കമ്പനിക്കാർ തമ്മിൽ വേണ്ടട്ടോ. നിങ്ങളത് വിടിശുപേട്ടാ, ഇതടിക്ക്. നല്ലൊരു രസമായിട്ട് ഞാനത് വിട്ട്. അല്ല, ഉല്ലാസടെ ഉത്തമ കുടിയ. ഈ ഒളിക്കൊന്നും വേണ്ട. നിന്റെ പീടിയെന്ന് മോളെ പിറന്നാളാണ്, ഓക്ക് ശർക്കര പായസം കുടിക്കാൻ പൂതിയാന്നും പറഞ്ഞിട്ട് ശർക്കരയും കടം വാങ്ങി ഇന്റെ പറമ്പിലിട്ട് എന്നെ റാക്കേച്ച് കുടിക്കല്ലേ. എന്നെ ഞാൻ വിടൂല. ഏത് മാളത്ത് പോയി ഒളിച്ചാലും എന്നെ ഞാൻ പിടിക്കടാ. നിങ്ങള് പേര് ഉത്തമാട്ടാ. മേലധികം അനങ്ങരുന്നല്ലോ വൈദ്യുതി പറഞ്ഞ്. അല്ല, അതും നേരാ. എടാ വാലേ. അയ്യോ. കണ്ടില്ലേ വാല്? ഇതങ്ങോട്ട് കേറ്റിക്കോ. ആ ചമ്മലം അങ്ങോട്ട് മാറട്ടെ. ശിവേട്ടാ, പോയോ? നിങ്ങള് വാറ്റിട്ട് ഒറ്റ തുള്ളി ഞങ്ങക്ക് തന്നില്ലല്ലോ. എടാ വൃത്തിയോട്ടോനെ, എനിക്ക് എന്നെ ഒരു തുള്ളി കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടാണ്ടിരിക്കും. ഇല്ലടാ, അത് പോലീസ് കൊണ്ടുപോയി. അപ്പൊ നിങ്ങളെ പോലീസ് പിടിച്ചില്ലേ? അതിലിത്തിരി പുളിക്കും. ഞാനോടി. എന്നിട്ടോ? സ്ഥലമുടമ ഉത്തമൻ ചാരായം പാറ്റ് കേസിൽ പിടിയിൽ. നീ മര്യാദ കൊപ്പിട്ടോ. സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ലത് ചെയ്തത്. ഏതോ ദുഷ്ടന്മാരെന്നെ ചാമ്പ്യത. ചാരായം പാറ്റായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒന്ന് ചുമ്മാ നിനക്കള് തരാം. എടാ, ഇന്നലെ മുതൽ നീ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരെ. എന്നാ സാർ ഒരു കാര്യം ചെയ്യും, ഈ സ്റ്റേഷൻ തെളിയാതെ കിടക്കുന്ന എല്ലാ ബലാത്സംഗ കേസും എന്റെ തലയിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടോ. നിർത്തടാ. പോലീസ് സ്റ്റേഷനിലാണോ നിന്റെ കോമഡി? ഇത് നമ്മളെ ഉൽപ്പലാക്ഷനായ ആളാണ് സാർ. ഏത്? ആ വെള്ളം പോലീസോ? അതെ, ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പണ്ട് കാക്കൂർ സ്റ്റേഷനിലായിരുന്നപ്പം ഞാനടക്കം 6 പേർക്ക് സസ്പെൻഷൻ വാങ്ങി തന്ന കക്ഷിയാ സാർ. അതെ, നല്ല മഴക്കാറുണ്ടല്ലോ ബ്രോക്കറെ. അതെ, എൻ്റെ പേര് ബ്രോക്കർ എന്നല്ല, സതീശൻ എന്നാ. നിങ്ങൾ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് പോക്കറ്റ് ഇട്. അല്ല ഏട്ടന്മാരെ, പോയി ഭൂമിന്റെ അറ്റം വരെ എത്താനായല്ലോ. അല്ല, നിങ്ങൾക്ക് ശരിക്കും വഴി അറിയോ? എനിക്കറിയൂല, പക്ഷെ ഇയാൾക്കറിയാം. ഒന്ന് പറഞ്ഞു കൊടുക്കടോ. പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. ഞാൻ അന്ന് വന്നത് രാത്രിയിലാണ്. പോരാത്തതിന് അത്യാവശ്യം. എന്താടാ നിർത്തിയത്? പറയേ. അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ ഇരുട്ടുണ്ടാവൂലേ? ഇവൻ ആരടാ? അതെ, ഇനി നിങ്ങൾ പോയി ആരോടെങ്കിലും വഴി ചോദിക്ക്, എന്നിട്ടേ ഞാൻ വണ്ടി എടുക്കുള്ളൂ. നാട്ടിൽ നിന്ന് വിളിച്ച വണ്ടിയല്ലേ, അനുഭവിച്ചോ?
ഇവിടെ വഴി ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. ആ ദേ അവരോട് ചോദിക്കാം. കേറാൻ പറ്റില്ലല്ലോ. കുറച്ച് കയറ്റിയാ പോരേനോ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ, ഈ വലിയ വീട്ടിൽ ഉൽപ്പലാക്ഷ നായരുടെ വീട് ഏതാ? ഇവിടുന്ന് കണ്ട് അടുത്തോട്ട് തിരിഞ്ഞ രണ്ടാമത്തെ വീട്. ഓ, എന്നാ ശരി ശരി. ആയിക്കോട്ടെ. ഡ്രൈവർ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. അതിനേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വെയിറ്റിംഗ് ചാർജ് ഉണ്ടാവും. ചേട്ടാ തരാ ചങ്ങായി. ആ, ഒരു മൂപ്പയാളുടെ വീട്ടിലേക്കല്ലേ? അതെ. ഇതൊന്നും അവിടെ കൊടുക്കൂ. ഇത് മൂപ്പയുടെ മോന്റെ രാവിലെ തന്നെ നല്ല കിണ്ടിയാ. അത് ശരി, നിനക്ക് ഞാൻ തരുന്നുണ്ട്. അല്ല അത് പിന്നെ ഡ്രൈവറെ വണ്ടി എടുക്ക്. അല്ലേ ഇപ്പൊ നിങ്ങള് പോണില്ലേ? മൂപ്പര മോളെയാണോട് ആ ഉല്ലാസം വന്ന് പെണ്ണ് കണ്ടത് പട്ടിയെ. എന്റെ കയ്യാ. ഓരോന്നും ആയിക്കോട്ടെ. അപ്പൊ അതും പോയി. പ്രൊക്കറും പോയി പെണ്ണും പോയി നാറ്റക്കച്ച അയിലച്ച. പ്രൊക്കറും പോയി പെണ്ണും പോയി നാറ്റക്കച്ച അയിലച്ച. നിങ്ങൾ ഒടുക്കത്തെ കുടികാരനാ അതൊക്കെ. അല്ലെങ്കിൽ ഈ ആലോചന മുടങ്ങിയായിരുന്നോ? നിങ്ങൾ അച്ഛനും മോനും കുടിച്ചും വലിച്ചും ഇങ്ങനെ നടന്നോളി. ഒരു പെണ്ണ് വലുതാന്ന് വല്ല വിചാരം ഉണ്ടോ നിങ്ങക്ക്? ഈ എന്ന് ചുളയ്ക്കാണ്ടിരിക്കടേ. എനിക്കറിയാം ഇത് ആരാ മുടക്കുന്നതെന്നൊക്കെ. ഓണം എത്ര മുടക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അതിനല്ലേ ഓണയുടെ വീഡിയോ എന്തെന്നിരിക്കുന്നേ. ഹലോ, ഉറക്കായിരുന്നോ? ആരാ? ഞാൻ ആര്യാണ്. ഏതാര്യ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നെയാണ് ഉല്ലാസ് പെണ്ണ് കാണാൻ വന്നത്. ആണോ? ഉല്ലാസിന്റെ ഉറക്കക്ഷീണം മാറിയില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യോ, ഉല്ലാസ് ഒന്ന് തിരിച്ചു വിളിക്കോ മൂഡ് മാറുമ്പോ? വിളിക്കാം. ആ, ഓക്കെ. ശരി, ബൈ. ചോറായോ? അമ്മേ, ചോറ്. അയ്യോ, തമ്പുര എണീറ്റാ? എന്തിനാ എഴുന്നേറ്റേ? അമ്മ ചോറ് കട്ടുമ്മ കൊണ്ട് തരുമായിരുന്നല്ലോ. എടി ഉഷേ, ഓൻ എടുത്തു കൊടുത്തോ? എന്ത് പണിയായിട്ടേ കാണിച്ചത്? എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി അന്ന് പോയി പെണ്ണ് കണ്ടത്. ശരി. ഡേ, നടക്കേണ്ടതാണെങ്കിൽ നടക്കും, മുടങ്ങേണ്ടതാണെങ്കിൽ മുടങ്ങും. നീ വായ വിളിച്ചിക്കണേ ഇഞ്ചി പോയിട്ട് ഇവിടുന്ന്. അല്ലല്ലോ, ഇതൊക്കെ ഞാൻ അവരോട് പറയുന്നത്. ഞാൻ ഉല്ലാസാണ്. എന്താണ് മാഷേ, ഉറക്കൊക്കെ കഴിഞ്ഞോ? ലൈറ്റ് നൈറ്റ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചു നേരം പകൽ കിടന്നുറങ്ങി. എന്തിനാ പുളു അടിക്കുന്നേ? എന്റെ അച്ഛൻ അവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പകല് കഴിക്കൂലേ? എനിക്കതൊരു വിഷയല്ല കേട്ടോ. അത് ശരി. ആണുങ്ങളാവുമ്പോ രണ്ടെണ്ണം അടിക്കും, രണ്ട് ഇടിയൊക്കെ ഇടിക്കും. ഈ കൽക്കിലെ ടൊവിനോനെ പോലെ. പിന്നെ ഫ്രണ്ട്സിനോടൊരു കാര്യം പറയണം, ഇനി മേലാൽ പാര വെക്കരുതെന്ന്. അവരാണിന്ന് ഉല്ലാസിന്റെ മുണ്ടും ചെരുപ്പും അച്ഛന്റെ അടുത്തോടുത്ത് കൊള്ളാക്കിയത്. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് കരുതി അവരോട് ഉടക്കാനൊന്നും പോണ്ടാട്ടോ. ഏയ്, ഒരിക്കലും ഇല്ല. പിന്നെ എനിക്കൊന്ന് ഉല്ലാസിനെ നേരിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫ്രീ ആവുമ്പോ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങണേ. അതിനെന്താ, ഞാൻ വിളിച്ചിട്ട് വരാം. ഓക്കെ ദെൻ, ബൈ. ഓക്കെ. കളപ്പന്നികളെ, നിങ്ങളാണ് എൻ്റെ കല്യാണം മുടക്കിയല്ലേ? ശരിയാക്കി തരാം. കല്യാണം മുടക്കിയതാരാണെന്ന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. പെരുമ്പളിക്കാവിലേക്ക് ഒരു നേർച്ച നേരാൻ പോവാ. കല്യാണം മുടക്കാവുന്ന ആളുകൾക്കേ ദേവി തന്നെ നല്ല പണി കൊടുത്തോളും. വെറുതെ പടച്ചോനെ പിടിച്ചൊന്നും കാട്ടാൻ നിക്കണ്ടട്ടാ. എന്തേ,
ചിലപ്പോ നമ്മളെ കയ്യിൽ നിൽക്കണ്ട പണി പാളി പോവും. അത് ശരിയാ, ആരെങ്കിലും തമാശ ചെയ്തായിരിക്കും, ഏതെങ്കിലും പാവങ്ങള്. അതെ, ശരിക്കെന്താ സംഭവം? ആരെ കല്യാണം മുടങ്ങിയത്? ആ കുന്നുംപുറത്തുള്ള മഹിതയുടെ എന്തേ? അവള് കെട്ടാനും തുടങ്ങിയോ? ദേ മുത്തപ്പ, വെറുതെ അറിയാൻ പാടുള്ള സ്ഥലത്ത് ചൊറിയാൻ നിൽക്കണേട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവിടെ കല്യാണം മുടങ്ങിയ പറ്റി ചർച്ചയില്ല. എന്തേ? അതന്നെ, വെറുതെ അതും ഇതും പറഞ്ഞ് സമയം പോക്കാൻ വേണ്ടിട്ട്. അടുത്ത പരിപാടി എന്താ വെച്ചാ പറയാ? എന്ത് പരിപാടി? എത്രയും പെട്ടെന്ന് ഒരു കോളേജ് ചേരണം. ഇനി നടന്നാൽ ശരിയാവില്ല. അങ്ങനെ നമുക്ക് ഗുരുവായൂരപ്പൻ കോളേജ് പോവാം. അവിടെ നല്ല ഫീസുകളാ. അങ്ങനെയല്ലേ? എടോ, ഇങ്ങനെ പഠിച്ച് പാസ്സാർക്കൊന്നും റെഗുലർ കോളേജിൽ പോകാൻ പറ്റില്ല. പാറൽ കോളേജ് പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പറ്റിയ കോളേജ് ഏതാറുള്ളത്? അതെ, കൂതറ കളിച്ച് കിടക്കാനാണെങ്കിൽ ഞാൻ വേറെ കോളേജ് പോയി ചേരും. എനിക്ക് പഠിക്കണം. അങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കണ്ട. എന്താ? ഉണ്ടാക്കണെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ടല്ല, എനിക്ക് ഡിഗ്രി എടുക്കണം, എന്നിട്ട് വേണം ഒരു എസ് ഐ ആവാൻ. അതാണ് എന്റെ ജീവിതാഭിലാഷം. ആരും കിടിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നീ സീരിയസ് ആയിക്കോ, ഞാൻ കർമ്മതിക്കണം. 3 കൊല്ലം അടിച്ചു പൊളിക്കണം. അതിന് പറ്റിയ സ്ഥലം നോക്കും. അങ്ങനെയാണ്, അതിന് പറ്റിയൊരു സ്ഥലമുണ്ട്. ബോധോദയം ട്യൂട്ടോറിയൽ കോളേജ്. ബോധോദയാ? ഓരോ വാളകള്. എടാ, ഒന്നിനൊന്ന് ജോഡിയാണല്ലോടാ. ഒരു ജാതി കുമ്പിളിക്കൊറ്റനെ മാതിരി. ഇത് പൊളിക്കും. കണ്ടിട്ട് കുതിയായിട്ട് പോയടാ. വാ. ഓഫീസ് എവിടെയാ? പുതിയ അഡ്മിഷൻ ആണല്ലേ? സാർ, പ്രിൻസിപ്പൽ. പിന്നെ ഈ കോളേജിനെ പറ്റി അറിയാലോ അല്ലേ? ഈ നാട്ടിൽ പല കോളേജുകളുണ്ട്. എന്തുകൊണ്ടാണ് പേരൻസ് ഈ കോളേജ് സെലക്ട് ചെയ്യാൻ കാരണം എന്നറിയോ? അത് ഈ കോളേജിന്റെ അച്ചടക്കം കൊണ്ടാ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കമന്റ് അടിക്കുന്ന കാര്യത്തിൽ. അതാണ് സാർ വേണ്ടത്. എന്താ പേര്? വലിയ വീട്ടിൽ ഉല്ലാസ്. വീടത്ര വലുതായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ പഠനമാണ് പ്രധാനം. അപ്പൊ എന്നാ പോയി ഫീസ് അടച്ചോ. ആ പിന്നെ ആ പ്രിൻസിപ്പാളെ പോയി കണ്ടാക്കി. അയാൾ ആ റൂമിലുണ്ട്. എന്താ മോളെ? പറഞ്ഞിട്ട് ഇതാണ് അപ്പൊ ഡിസിപ്ലിൻ എന്തായാലും വേണ്ടില്ല. എന്താ പേര്? വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കി. ഗുഡ് മോർണിംഗ്. ഇരിക്കും. നീക്കല്ലേ, പുതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെ എന്ന് വന്നത് കാണട്ടെ. ഒന്ന് എഴുന്നേക്കടോ. ഇതിലാരാ ഉല്ലാസ്? ഞാനാ മിസ്. പ്രിൻസിപ്പൽ നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അവിടെ ഇരുന്നാ പോരാ. ദാ ഇവിടെ വന്നിരിക്കേ. മോനൊന്ന് അങ്ങോട്ടിരിക്കേ. നിങ്ങളിതെങ്ങോട്ടാ? മുന്നോട്ടിരിക്കേ. അവിടെ പോയിരിക്കേ. കണ്ണ് തീരെ പിടിക്കുന്നില്ല മോളെ. മോള് കൈപ്പത്തൊടിയിലല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങളും അവിടുന്ന. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇത് ചന്തയല്ല. പുറത്തേക്കിട്ടെ.
അയ്യോ മോളെ, ഇത് ശീലായിപ്പോയി, ഇനി ആവർത്തിക്കൂല. താൻ എന്തായി കാണിക്കുന്നേ? എന്റെ 5 രൂപ നിലത്ത് പോയതാ. വൃത്തിയോട് കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ? തന്നെ പോലുള്ള ഞരമ്പ് രോഗികൾക്ക് പറ്റിയ സ്ഥലമല്ലേ ഇത്. പോണം. നീ ഏത് പ്രിൻസിപ്പലിന്റെ ആളായാലും ശരി, രക്ഷിതാക്കളെ വിളിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതി. അല്ല ഉല്ലാസേ, സത്യം പറ, ഈ ശരിക്കും തോണ്ടിയ? ഈ നായിന്റെ മോന്റെ കണ്ണി ഞാൻ പഠിച്ചു പൊട്ടിക്കും. അല്ലെങ്കിലും മനുഷ്യനോട് തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കാണ്. അല്ല, സംഭവിക്കാനല്ല, എന്തായാലും സംഭവിച്ചില്ലേ. ഇനി അടുത്തെന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാം. എന്താലോചിക്കാൻ? നാറ് നാരണക്കല്ലായി. ജി ഇങ്ങനെ പ്രഷർ അടിക്കലടാ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇനി വീട്ടിൽ നിന്ന് ആളെ കൊണ്ട് നല്ല തീരുമാനമാവള്. ആര് വരാൻ? ഒരു വഴിയുണ്ട്. നസീറിന്റെ കാലം തൊട്ടുള്ള വഴിയാ. അച്ഛനും വരില്ല, അമ്മയും വരില്ല, പക്ഷേ ഒരമ്മാവൻ വരും. അമ്മാവനാ? ഏതമ്മാവൻ? എനിക്കൊരമ്മാവനുമില്ല. നമ്മളൊരാളെ ഉണ്ടാക്കും. അതേതടാ മാത്യു, നമ്മൾ അറിയാത്തൊരു മാമ? അങ്ങനെ ഒരാളുണ്ട്, അച്ചായൻ, സണ്ണിച്ചായൻ. അച്ചായൻ ചെയ്തരാ മോളെ, നീ പിണങ്ങല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം മോളെ, ബൈ. കേറി വേടാ. അച്ഛാ വീണ്ടാടാ തണ്ണി. അച്ഛാ എന്താടാ? ഒരു മിനിറ്റ്. ആ, അത് ഇവിടെ കമ്പനിക്കാരനാണ്. കോളേജിൽ ചെറിയൊരു പ്രശ്നം. ഇപ്പോൾ ടീച്ചറായിട്ടൊരു അച്ഛൻ്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. അതൊക്കെ നമുക്ക് ചെയ്യാം, അതൊന്നും സാരമില്ല. സംഭവത്തിന് ശേഷം മൂപ്പനാകെ പേടിച്ചിരിക്കുക. അച്ഛനൊന്നും എൻ്റെ മാമനായിട്ട് അറിയിക്കണം. പ്രശ്നമാക്കണ്ട, ഇതൊക്കെ പ്രായത്തിൽ പറഞ്ഞതാ. മാത്യോ, ചെലവുണ്ടോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. അച്ഛാ, അച്ഛൻ വരൂലേ? അച്ചായൻ നീ ചെല്ല്. വാടാ പോട്ടെ. എടാ മാത്യു, നീ ടൗണിലേക്കാ? റോസി മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 249 റീചാർജ്. അച്ചായാ, കാര്യം നടക്കണ്ടേ? 249. ഉല്ലാസേ 259. മാത്യു, ഏതാണ്ടാ മുതല്? നോക്കല്ലേ, ഇനി ഉല്ലാസത്തോണ്ടി നിങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോളി, ഞാൻ ക്ലാസ്സിലുണ്ടാവും. സാർ വരൂ. വാടാ. ഇവനോ? ഇരിക്ക്. സാറേ, ഇതെന്റെ മരുമകനാണ്. എന്തോ കുരുത്തക്കട കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇത്തവണ ഒന്ന് ക്ഷമിച്ചൂടെ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഈവൻ എന്താ ചെയ്തെന്നറിയാം? അയ്യയ്യേ, വളരെ മോശമായി പോയി വിലാസ്, വളരെ മോശമായി പോയി. അതും ഒരു സീനിയറായ ടീച്ചർ എടുത്ത് വളരെ മോശമായി പോയി വിലാസ്, വളരെ മോശമായി പോയി. സോ ബാഡ്. ആസ് എ സ്റ്റുഡന്റ് ഞാൻ എങ്ങനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യും? സോറി, റിയലി ഐ ആം സോറി, റിയലി ഐ ആം സോറി. ഐ കാൺട്ട്. ഐ ക്യാൻ സർ. സാർ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. വെറുതെ പറയാ. കുട്ടികളല്ലേ, ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ റിയാക്ട് ചെയ്താലോ? കുഴപ്പമില്ലോ, കുഴപ്പമില്ലോ, ശരിയാക്കട്ടോ, നമുക്ക് ശരിയാക്കാം. ടീച്ചറോട് ഞാൻ സംസാരിക്കാം. ഓക്കെ, തിങ്കളാഴ്ച തൊട്ട് കുട്ടി ക്ലാസ്സിൽ വന്നോളൂ. ഓക്കെ, റെഡി അല്ലേ? കുഴപ്പമില്ലല്ലോ. അയ്യേ, ആകെ നാശായി. ഇന്ന് അതിന്റെ കുടുംബക്കാരനെ തല്ലി, അറിയോ? എന്റെ അച്ഛൻ പോലുള്ള തല്ലിട്ടില്ല. മര്യാദ കാശോ തല്ലിട്ടില്ല. എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ലേ? കോളേജ് കയറാൻ പറ്റിയ സംഭവം കാര്യം നടന്നില്ലേ? നിനക്കങ്ങനെ പറയാ? പോയത് എന്റെ മോത്തിന്. പിന്നെ മമ്മൂട്ടിയല്ലേ?
നിക്കടാ. ഫാത്തി, ആ എന്താ വാപ്പച്ചി? എനിക്കൊന്ന് എണീക്കണം. എന്തേ നേരത്തെ പോന്ന്? സുഖല്ലേ? വയ്യാണ്ടായിക്കുന്ന? കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്റെ മോൻ അങ്ങ് പഠിച്ച് വയ്യാണ്ടായിട്ടുണ്ടാവൂന്ന്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിക്കണ്, മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പഠിച്ചോൻ എന്നോട് കാണിച്ചത് 2 ചതിയാ. 1 അന്ന് എനിക്ക് തന്നത്, 2 ഇന്നൊരു പണിക്കും പോകാൻ പറ്റാണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഇട്ടച്ച്. എന്തെങ്കിലും വയ്യുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കുടുംബം വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയിനി. അനക്ക് ചോറെടുക്കട്ടെ? വേണ്ട. പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ല, വിശപ്പില്ലാത്തോണ്ടാ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ഇവളുടെ കാര്യത്തിൽ എന്താ എൻ്റെ തീരുമാനം? ഇവിടെ തന്നെ ഇങ്ങനെ നിർത്താനാ? ആദ്യത്തെ കെട്ടിൽ ബാധ്യത ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവളെ കെട്ടിക്കണം. ഞാനുള്ള കാലത്ത് തന്നെ വേലക്കാരിയെ പോലെ അവിടെ കഴിയുന്നത്. ഞാനില്ലാണ്ടായാൽ എന്താവെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇങ്ങോട്ട് കൊണ്ടാ. നല്ല ആളാട്ടോ. ഞാനൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. പിന്നെ കോളേജിൽ ചെറിയ പ്രശ്നങ്ങള്. കോളേജ് ആകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തു പറ്റി? ഏയ്, കമ്പ്യൂട്ടർ ടേബിളിന് മൂലം ഉണ്ടതാ. അത് ശരി. പിന്നെ നാളെ കോളേജ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ വരാൻ പറ്റുമോ? ഓ പിന്നെന്താ, നാളെ എന്തായാലും വരാം. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. പണ്ടാരടങ്ങാനായിട്ട്. ഈ എസ് ഐ ആവാനുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? എന്താ? അല്ല, ഈ എസ് ഐ ആവാനുള്ള. അത് ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് പോലീസുകാരെന്ന് വെച്ചാ ഭയങ്കര ക്രേസാണ്. അത് ഈ കോൺസ്റ്റബിൾസ് അല്ല കേട്ടോ, ഈ എസ് ഐ അല്ലെങ്കിൽ അതിനു മുകളിൽ. ഞാൻ ഈ ആക്ഷൻ ഹീറോ ബിജു കൽക്കിയൊക്കെ കണ്ടതിൽ കണക്കില്ല. ഈ എസ് ഐ ഒക്കെ ആവുമ്പോ ബോഡിയൊക്കെ കുറച്ചുകൂടെ ഫിറ്റ് ആക്കണ്ടേ? ഫിറ്റാറുണ്ട്. അല്ല, ഈ ജിമ്മിൽ പ്രാക്ടീസ് ഒക്കെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ പോലീസ് യൂണിഫോമിന്റെ കളർ തന്നെ, ഈ കാക്കിയേ. അതെ അതെ അതെ. ശരിക്കും നിവിനാണോ ടൊവിനോ ആണോ ഈ പോലീസ് യൂണിഫോമിൽ പൊളി? മമ്മൂട്ടി. ശരിയാ. കഴിക്ക്. ഇനി എത്ര കാലം എടുക്കും എസ് ഐ ആവാൻ? അത് ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PSC. സോറി കേട്ടോ, അച്ഛൻ വന്നിട്ട് കാണാതെ പോയതിന്. ഏയ്, അത് കുഴപ്പമില്ല. എന്റെ ഫ്രണ്ട്സിന്റെ പണിയല്ലേ ഓക്കെ കൊളാക്കിയത്. ശരിക്കും ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരുന്നോ? ആരൊക്കെയോ? എനിക്കും ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. നറുതേൻ കൂടായുള്ള
എന്താടാ ഇത്? അത് പോയി. മകളെ അച്ചിറങ്ങട്ടെ. സത്യം വിശാലം, നിങ്ങൾ ഇത് സീരിയൽ പോലെ വലിപ്പിക്കാണ്ട് വേഗം പോയിക്കോളി മനുഷ്യ. വിശാലം. അച്ഛാ എന്താ മോളെ? ആ ഒന്നുമില്ല, വേമ്പക്കോളി. അച്ഛാ എന്താടാ? അവിടെ ചെന്ന് വല്ല കുട്ടികളുടെ വെക്കിട്ട് ഇറാൻ പോകണ്ട. എനിക്കാവൂല അവിടെ എങ്ങും വരാൻ. തേണ്ടി തോമാട്ടാ, ഞാനിതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം. കൊണ്ട കൊടുത്താ മാത്രം പോരാ, അതിന്റെ പൈസ ഇങ്ങോട്ട് വാങ്ങിക്കോ. നീ അതും കടാക്കാൻ നിക്കണ്ട. ആ കനക ഇങ്ങോട്ട് ഡോ, നമ്മളെ തൊടിക്ക് ചുറ്റും ഒരു വേലി കെട്ടണം. ഇല്ലെങ്കിലേ കണ്ടോരൊക്കെ കേറി നിരങ്ങും. അതിനിപ്പോ ആരും ഒരാളെ കിട്ടുക? കീരനും കോരനും നിങ്ങളെ പറമ്പിലാച്ചാ വരൂല. വരണ്ടടോ, എനിക്കറിയാ. ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിലേ ഇതൊക്കെ കൊണ്ടടക്കാനും എനിക്കറിയാം. ഇനി ആരും പഠിപ്പിക്കാൻ വരണ്ട. വിലാസിനെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ തൊടിയെ കയറി ഓലയും മട്ടിലൊന്നും എടുക്കണ്ട. ഞാൻ കുറച്ച് കൊതുമ്പല് മാത്രമേ എടുത്തിട്ടുള്ളൂ ഉത്തമേട്ടാ. എന്റെ കെട്ടിയോന് ചായ ഉണ്ടാക്കാനാ. എനക്കും എന്റെ കെട്ടിയോനും ചായയും ചോറും ഉണ്ടാക്കാനേ ഇന്റെ തൊടിയല്ലേ വിറകല്ല കൊണ്ടോണ്ട്. അതിന് നിങ്ങൾ വേറെ സ്ഥലം നോക്കണം. എന്നാ എനിക്കിത് വേണ്ട. കുറച്ച് കൊതുമ്പല് എടുത്തേനാ. ആളെ കണ്ണു തെറ്റിയാൽ ആരാന്റെ ദിസ്കാൻ നടക്കുന്ന കുറെ ഉണ്ട് ഇവിടെ. എനക്കിതൊക്കെ നോക്കിയൂടടാ, വെറുതെ തീട്ടുണ്ടാക്കാനായിട്ടൊരു മേശിയെ. ഘോഷയാത്ര, പ്രതിഭകളെ ആദരിക്കൽ, സാംസ്കാരിക സദസ്സ്, പ്രഭാഷണ പരമ്പര, സംവാദം, പുസ്തകോത്സവം, തൊഴിലാളി സംഗമം, മഹിളാ സംഗമം, ശാസ്ത്ര സംഗമം, ബാലകലോത്സവം. അല്ലടോ, അന്റെ പിറക്കാതെ പോയ അച്ഛൻ വിളിച്ചിട്ട് ഈ എന്താടോ മിണ്ടാതെ പോകുന്നേ? ഇതാമോട്ടാ, നിങ്ങക്ക് ലോട്ടറി കച്ചവടല്ലേ ജോലി? വെറുതെ എന്നെ ചൊറിയാൻ നിക്കണ എന്തിനാ? ചൂടാവല്ലോ ഉല്ലാസേ. ഒന്ന് എടുക്കുന്നോ? നല്ല നമ്പർ ഉണ്ട്, സെയിം തരാ. ഈ ആഴ്ച 5ന്റെ സീരീസിൽ ഒന്നും വീണിട്ടില്ല. ഞാൻ എടുക്കാം. സമ്മാനം കിട്ടില്ലേ പൈസ തിരിച്ചു തരൂ. ഈ ആ ഉൽപ്പലാശൻ നായരെ മോൻ തന്നെ. ലാഭോ ഈ കൊണ്ടാ, കയ്യിൽ 5 പൈസ ഇല്ലാത്തനോടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബാക്കി അവിടെ വെച്ചോ, ഞാൻ വാങ്ങിക്കോളാം. നീ എന്താ തപ്പവന്റെ കഥ? അങ്ങനെ ഇപ്പൊ ആരും ആളാവാൻ നിക്കണ്ട. എനിക്ക് വേണം ഒരു സീരീസ്. അത് ഞാൻ കൊടുത്തോല്ലോ, അനക്ക് ഞാൻ വേറെ തരാം. അരി മേടിക്കാൻ വെച്ച പൈസയാണ്. അടിക്കടോ അണ്ണാ, ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ മുതലേ കേൾക്കുന്നയാ. അതെന്താ ഉത്തമേണ്ണ എല്ലാരും ഉല്ലാസിന്റെ പിറക്കാതെ പോയ അച്ഛൻ വിളിക്കുന്നേ? അതെ, ഇവന്റെ ചെറിയച്ഛനാണല്ലോ ഉത്തമേ. പണ്ട് ഇവന്റെ അമ്മ വിശാലേച്ചിന്റെ പുറകെ മൂപ്പര് കൊറേ നടന്നതാ. പോയി മോനെ ഉൽപ്പലാക്ഷ പോയി. ഈ ഇങ്ങനെ നടന്നു അതിനെ ഉത്തമ കൊണ്ടുപോയി. ഉത്തമന്റെ ഏട്ടനാ ഞാൻ. അതിനെങ്ങനെ സ്വന്താക്കണമെന്ന് എനിക്കറിയാം. പിന്നെ എന്നിട്ട് എന്തായി? നമ്മളെ ഉൽപ്പലാശേട്ടൻ പോലീസായപ്പോ മൂപ്പത്തിന്റെ അച്ഛെ ഓരെക്കൊണ്ട് ഓലെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച്. അന്ന് ബ്രഹ്മചാരി ആയതാണ് ഉത്തമേട്ടൻ. പിന്നെ നമ്മളെ നാട്ടുകാരല്ലേ, അതും പറഞ്ഞ് കളിയാക്കിയാണ് ആ പേര് വീണ്. ഉല്ലാസിന്റെ പിറക്കാതെ പോയ അച്ഛൻ. ചായോ, ഒരു പാക്കറ്റ് ഉപ്പ്, 1/2 കിലോ പഞ്ചസാര, ഒരു പാക്കറ്റ് സാമ്പാർ പൊടി, 5 കോഴിമുട്ട. കോഴിമുട്ട. ആ ഉല്ലാസേ, നിന്റെ അച്ഛൻ കാസർഗോഡേക്ക് പോയില്ലേ? ഇനി അവിടെ എന്തൊക്കെ ചൊറയുണ്ടാക്കുമെന്ന് ആർക്കറിയാം. എന്തായി നിന്റെ കോളേജിൽ പോക്ക്? അച്ഛനെന്ന് പറഞ്ഞില്ലേ, ടീച്ചറെ ചന്തിക്ക് വേണ്ടി അവനെ കോളേജിൽ നിന്ന് പുറത്താക്കി. അമ്പട വീര, നീ പാവത്തെ പോലെ നടന്നിട്ട് ആള് മോശമില്ലല്ലോ. രമേശേട്ടാ, വെറുതെ വേണ്ടാത്ത ഒന്നും പറഞ്ഞുണ്ടാക്കണ്ട. ഞാനൊരു തേങ്ങ ചെയ്തിട്ടില്ല. അതൊക്കെ സോൾവ് ആയ അച്ചായോ, സാധനം എടുത്ത് വെച്ചേക്ക്, ഞാൻ ഒന്ന് മേടിച്ചോളാം. എന്തായിട്ടൊരു കള്ളത്തരം? അവിടെ ഒരു ചേര. ചേരയോ? ഏത് ചേര? നിനക്ക് എത്ര ചേരാനെ അറിയാ? അതെ, വലിയ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഇതകത്തോണ്ട് വക്കി. ഹാൻസ് അല്ല, ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കും. എന്നാ നിന്നെ ഞാൻ കൊല്ലും. മണത്തിട്ട് പോയാ പോയി വായിക്ക് വാ. ചെക്കൻ എന്താ അരി വാങ്ങിയില്ലേ? ഉല്ലാസേ, ഈ സ്റ്റോർ പോയില്ല? സ്റ്റോർ തുറന്നില്ല. ആ എന്താ? കുഞ്ഞാക്കയുടെ മോൾ ആരെ പൊളിച്ചോടി പോയി. അയ്യോ, 2 ദിവസം മുന്നേ കൂടി ഞാൻ ആ കുട്ടീനെ കണ്ടാണല്ലോ. പെൺകുട്ടികളായ അങ്ങനെയാ.
അല്ലാതെ അച്ഛനും ആങ്ങളേക്കും ഭാരമായി നിൽക്കലല്ല. ഈ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായടാ. ഈ എന്റെ അച്ഛനും കൂടെ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാം. അല്ല നീ ഈ അങ്ങനെ പോടി. അത് ഞാനിപ്പോ ആരുടെ കൂടെ പോയോ? എന്നാൽ ഇങ്ങനെ ഒന്നിനെ പറ്റിയിട്ടില്ല ഞാനായിട്ട് വിചാരിക്കൂ. അല്ല പിന്നെ ഒന്നിനെ വിശ്വസിച്ചൂടാ. കുട്ടി നോക്കണ്ടോ? ഞാൻ പോവാണ്, ആകെ ചടച്ച്. ഈ ഇങ്ങനെ പേടിച്ചാലോ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? എന്ത് കുണ്ടിക്ക് പിടിക്കുന്നതാ? ഇയാളൊക്കെ പിടിച്ചങ്ങായി അല്ലി വല്ലി. അന്നെ കണ്ടതിന് ഉറക്കം വരില്ല. ഉല്ലാസേ, നീ എന്തിനാ മാറി നടക്കുന്നേ? നീ എന്തിനാ പെണ്ണേ എന്റെ പുറകെ കിടക്കണേ? ഒന്നുമില്ല. ചേവരമ്പല സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഉല്ലാസിനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതിപ്പോ ഉല്ലാസിന്റെ ക്ലാസ്സിലും. നിർത്ത്, നീ എങ്ങോട്ടാ ഈ തോണി തൊഴണേന്ന് എനിക്കറിയാം. ഉല്ലാസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം. ഡിഗ്രി എടുത്ത് SI ആവണം, സർക്കാർ ജോലിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, അതല്ലേ? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനാ പെണ്ണെ എന്നെ ബുദ്ധിമുട്ടിക്കണേ? അപ്പോ സർക്കാർ ജോലി ഒപ്പിച്ചാ എനിക്കൊരു ചാൻസ് ഉണ്ടാവൂലേ? ഒന്ന് പോയിടെ അവിടുന്ന്. ഓളെന്താടാ പറഞ്ഞേ? എന്റെ ലൈനാ. ഈ ഓനെ നോക്കി പേടിപ്പിക്കാൻ നിൽക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഈ വിചാരിച്ചൊന്നും നടക്കാൻ പോണില്ല. ഫിറോസേ, ഒരു അടിപൊളി പെണ്ണ് വന്നിട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന മോയത്തിലട നീ. അത് ഞാനും സഹിച്ചോളാം. മുത്തപ്പോ മുത്തപ്പ നിന്റെ തന്ത ഒന്നും സമ്മതിക്കില്ല. എന്തേ? ഫിറോസെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. വേറൊന്നല്ല, ഞാനിങ്ങനെ നിക്കണോണ്ട് വാപ്പച്ചിക്കും എനക്കും എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് വർത്താനി പറയണേ? പാപ്പിച്ചനോട് ചൂടായാ? ഏയ് അതൊന്നുമല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോ. വേണ്ടാത്തൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഉള്ളത് വാപ്പച്ചിക്ക് എനിക്കും വലിയൊരു ആശ്വാസ, സമാധാന. പിന്നൊരു വിഷമമുള്ളത് പോത്തുപോലെ വളർന്നിട്ടും അനക്കൊക്കെ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളതാ. തലയിലെഴുത്ത് ഇപ്പൊ സാൻഡ് പേപ്പർ ഇട്ട് വരച്ചാൽ പോവില്ലല്ലോ അല്ലേ? നീ പോയി കിടന്നോ? പിന്നെ വാപ്പച്ചിക്ക് പ്രായമായി, മനസ്സിൽ വിചാരിക്കണതൊന്നാവില്ല പുറത്തേക്ക് പറയണത്. ഒക്കെ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചാൽ മതി. നമ്മളോടൊക്കെ എന്ത് വിരോധടിയാ മനസ്സിലുണ്ടാവുക. മോള് വിഷമിക്കണ്ട കേട്ടോ, പോയി കിടന്നു. ഗുഡ് മോർണിംഗ്. നീയോ? നീ എന്താ ഇവിടെ? അവിടെ പോയിരിക്കേ. എന്തിനാലും ചിരിക്കണേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അതും പറഞ്ഞ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. ഉല്ലാസേ, ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അല്ല, ഇതൊക്കെ അത്രേ ഉള്ളൂ. ബ്രാല പോടാ. എടാ ഉല്ലാസേ, നിന്റെ ഇയാളല്ലേ കാസർഗോഡ് പോയത്? ഇനി കാസർഗോഡേക്ക് ഇതിലെങ്ങനെ വല്ല വഴിയുണ്ടോ? കുളിപ്പിക്കടാ, കുളിപ്പിച്ചു കൊടുക്ക്. ചെറിയ മോനല്ലേ? ഈ പാടി കയ്യിലിരിപ്പിന് കൊടകൊണ്ട് ട്രാൻസ്ഫർ കിട്ടി, എന്നിട്ടെങ്കിലും നന്നാന്ന് വിചാരിച്ചു. ഇപ്പൊ സസ്പെൻഷൻ വാങ്ങി വന്നിക്കുക. സസ്പെൻഷൻ എനിക്ക് പുല്ല. നിങ്ങക്ക് എന്താ പുല്ലല്ലാത്ത? ട്രാൻസ്ഫർ പുല്ല, നിങ്ങക്ക് സസ്പെൻഷൻ പുല്ല, ഇനി ഡിസ്മിസൽ ആയാലും പുല്ല. എല്ലാം കാണാൻ കേൾക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ. ഈ എനിക്ക് പുല്ല, പുല്ല് പാടി പുല്ലേ. ഇന്റെ മോൻ എങ്ങനെ പഠിക്കുന്നു എനിക്കൊന്ന് കാണണം. എന്താടാ ഈ പിറുപിറുക്കുന്നേ?
ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എന്നിട്ട് എന്തേ? വഴിയുണ്ടാവും. എന്ത് വഴി? ഞാനെന്തെങ്കിലും പണിക്കൂ. എന്ത് പണിയാ മോനെ എടുത്ത് വെച്ച്? എടാ ഒരു കല്ല് പൊന്തിക്കാൻ അറിയോ എനക്ക്? ഓ പണിക്കോ? ആ ഇതാ വന്നിക്കുന്ന കാലാത്തമാര്. ചെല്ല്. എന്താ? ഒന്നുമില്ലടാ, ഞങ്ങള് വെറുതെ വന്ന് നോക്കിയാ. അച്ഛനൊക്കെയാ? അതൊക്കെ ആയി. പക്ഷെ എനിക്കൊരു പണി കിട്ടി. എന്ത് പണി? ആള് സസ്പെൻഷൻ ആയിട്ടാ വന്നേക്കുന്നത്. വെരി ഗുഡ്. പോയിട്ട് ഒരാഴ്ചല്ലായിട്ടുള്ളൂ, അപ്പത്തിന് മൂപ്പര് ഒപ്പിച്ച. എന്റെ അച്ഛനൊരു സംഭവം തന്നെയല്ലേ. കോപ്പ്. അമ്മയുടെ ഇതാണെങ്കിൽ 5ന്റെ കാശ് കിട്ടൂല. ഞാൻ വാശിക്കാണെങ്കിൽ ഒരു പണിക്കും പോവാന്ന് പറഞ്ഞു. ഇയ്യാ പണിക്കാ ബെസ്റ്റായിട്ടുണ്ട്. ഈ നടക്കണ വല്ല കാര്യം പറയൂല്ല സാർ. എന്താ എനിക്ക് പണിക്ക് വെക്കൂടെ? ഈ പോയി കിടന്നോ, എന്തേലും വഴി ഉണ്ടാക്കാം നമുക്ക്. എന്താണ് അമ്പലത്തിലേക്കൊക്കെ? ഏയ് ഒന്നുമില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. അല്ല അല്ലേ? ശരിയല്ലേ രാമേട്ടാ? ഇതാ ഞാൻ പറഞ്ഞ ആള്. എവിടെയാടാ നീ? ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ? ഒന്നും പറയണ്ട രാമേട്ടാ, ഓരോരോ ചോറയിലായിപ്പോയി. എന്താ എന്റെ പേര്? ഉല്ലാസ്. വണ്ടിയൊക്കെ ഉണ്ടോ? ദിവസം വരില്ലേ? ഓ വരൂ. ഞാൻ മറ്റന്നാൾ അങ്ങാടിക്ക് വരും. ഓ ശരി. ഓ ഇതാട്ടോ അശോട്ടന്റെ മുതലാളി. അല്ലടാ ഫിറോസേ, പെരുമ്പള്ളിക്കാവിലെ കൊടിയേറ്റടാ, നമുക്ക് പോണ്ടേ? അപ്പം മുത്തപ്പന്റെ കാര്യം തീരുമാനമായി. മൂപ്പരിഞ്ഞ അവിടുത്തെ വെണ്ണീറുമായിട്ട് വരുള്ളൂ. അല്ലോടെ ഉല്ലാസേ, നീ ഉത്സവത്തിന് വരുന്നില്ലേ? ഞാനൊന്നുമില്ല, എനിക്ക് പഠിക്കാനുണ്ട്. പഠിക്കണ സാധനം. നല്ല ആളാണ്, ഒരു പഠിപ്പീര്. അല്ലടാ, നമ്മുടെ പോത്തിനെ നടക്കിരുത്തിയ വെയിറ്റ് കൂടും. നടക്കിരുത്തേ പോത്തിനെ? അങ്ങനെയുണ്ടോ? എടാ പൊട്ടന്മാരെ, നടക്കിരുത്തി കഴിഞ്ഞാൽ പോത്തിനെ നമുക്ക് കിട്ടൂല, അത് അമ്പലത്തിലേക്ക് കൊടുക്കേണ്ടി വരും. ഓ കായും കൊടുത്ത് പോത്തിനടിച്ചിട്ട് അമ്പലത്തിൽ കൊടുക്ക്, പള്ളി പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടാളും കൂടി എന്നെ നടക്കിരുത്താണ്ടിരുന്നാ മതിയായിരുന്നു. പെരുമ്പള്ളിക്കാവിലമ്മേ പെരുങ്കളിയാട്ടമല്ലേ, തിരുമൊഴി പാടിടാനെന്നും നിന്നട തേടി. പെരുമ്പള്ളിക്കാവിലമ്മേ അഴലകത്തിടുമമ്മേ, പദമലരിണ പൂകാമെന്നും ഒരു ദളമായി. കാവിലമ്മേ എന്നുള്ളിൽ നടന കോലങ്ങൾ ആടിടുന്നേ എന്നെന്നും നിൻ വഴി തേടി. പാടിടുന്നേ ഞാനെന്നും നിന്റെ നാമങ്ങൾ, നേർവഴിയായി നീ എന്നും എന്നോടെത്തില്ലേ. ഈ ചിലമ്പൊലി തൻ താളം, ഈ പെരുമ്പള്ളിക്കാവിൻ മേളം, ജനമനസ്സുകളിനി ഒരുമയോടെന്നും തിരുമുന്നിലണയും. പെരുമ്പള്ളിക്കാവിലമ്മേ പെരുങ്കളിയാട്ടമല്ലേ, തിരുമൊഴി പാടിടാനെന്നും നിന്നട തേടി. പെരുമ്പള്ളിക്കാവിലമ്മേ അഴലകത്തിടുമമ്മേ, പദമലരിണ പൂകാമെന്നും ഒരു ദളമായി. ഒന്ന് വേഗം വാ, ബസ് പോവും. എനിക്കറിയാം മോളെ, അത് ഏത് ബസ്സാണെന്ന്. നടന്നേ നീ. ബസ്സല്ലേ? ആ ബസ്സിന് നീ വല്ലാണ്ട് അങ്ങ് കൈ കാണിക്കാൻ നിക്കണ്ട. ഓ ഞാൻ ആ ബസ് കൈ കാണിക്കുകയും ചെയ്യും, ഞാൻ അതിൽ കയറി പോവുകയും ചെയ്യും. വാ. കുട്ടിക്കാലം മുതലേ ഇവൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവളുടെ അച്ഛനോടല്ല പറയാ, അങ്കിളായ എന്നോടാ. ഇപ്പൊ കണ്ടില്ലേ,
ഇഷ്ടപ്പെട്ട ചെറുക്കനെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ വന്നത്. അങ്കിള് പറഞ്ഞാലേ അച്ഛൻ കൺവിൻസ് ആവൂ, അതുകൊണ്ടല്ലേ? ഓ ആ പിന്നെ ഉല്ലാസ്, ഇവളുടെ അച്ഛനുണ്ടല്ലോ, അതിൻ്റെ അളിയനാ. ഇച്ചിരി പിടിവാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് തന്നെയാണ്. പേടിക്കണ്ട, ഞാൻ ഇടപെട്ട ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇടപെടണമെങ്കിൽ ഉല്ലാസ് എനിക്കൊരു വാക്ക് തരണം. എന്ത്? എത്രയും പെട്ടെന്ന് ഒരു SIയുടെ യൂണിഫോമിലേക്ക് മാറുമെന്ന്. അപ്പോഴല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്കൊരു വഴി തെളിയൂ. അക്കാര്യത്തിൽ അങ്കിള് സംശയിക്കണ്ട. ഒരു SI ആവാന്നുള്ള ഉല്ലാസിന്റെ ആഗ്രഹം അത് വെറുതെയുള്ള ആഗ്രഹമൊന്നല്ല, കുട്ടിക്കാലം മുതലേയുള്ള വലിയൊരു ആംബിഷനാ. പറഞ്ഞു കൊടുക്ക്. അതെ, എന്റെ അച്ഛനൊരു കോൺസ്റ്റബിൾ ആവാനേ സാധിച്ചുള്ളൂ. അച്ഛൻ സല്യൂട്ട് ചെയ്ത സാറുമാരുടെ കസേരയിലിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. ഗുഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അതെന്റെയും വാശിയാണ്. ഇന്നലെടാ പുതിയ മിസ് വരുന്നേ. പുതിയ മിസ്സിനെ കാണാനുള്ള ഉത്സാഹേ. ഒരു 20-25 വയസ്സുള്ളതായാൽ മതിയായിരുന്നു. ടീച്ചർ theory is based on the assumption that investors and consumers are എന്താ പഴയ ബെനറ്റ് അന്തു പലസ് കിടസവാ. എടാ അവളെ സിസ്റ്റർ ആയിട്ടാ വന്നത്. അതിനെന്താ ഈ വന്നേ? ഏയ് അത് പറ്റില്ലടാ. അതെന്താ നിനക്ക് ഇപ്പോഴും ഉണ്ടെന്നാ തോന്നുന്നേ. ആണോ? നെയ്യൊണ്ട് നോക്കിക്കോ. ഏയ് അതായാലും പ്രശ്നം. മാത്യോ, ഈ ഒലക്കമ്മല വർത്താനം പറയരുത്. ഈ എന്തെങ്കിലും ഉറപ്പിക്ക്. അതല്ലടാ, അതിന് ഈ അവളെ പീഡിപ്പിക്കാനൊന്നും പോണില്ലല്ലോ. നല്ലൊരു കല്യാണം വെച്ചാ പോരെ? കുഴപ്പമാകോ? ഈണ്ട് വന്നേ. ഒന്ന് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചടാ. ഇത് എത്ര കണ്ടേ? തന്നെ demand is the desire of buyer and miss come good morning ബെനറ്റ്. sister Bennett. ഓ, നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോ എന്തോ ഒരു പോലെ. അന്ന് നിന്റെ തീരുമാനം ഇതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. നീ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തെറ്റും ശരിയും സ്വപ്നങ്ങളും ഒന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പേരൻസ് ആണ്. അവർക്കൊരു നേർച്ചയുണ്ടായി എന്നെ ഒരു കന്യാസ്ത്രീ ആക്കാന്ന്. അവരത് എന്നോട് പറഞ്ഞു, ഞാനതായി. പക്ഷേ എന്റെ മനസ്സിൽ നീ ഇന്നും ആ പഴയ ബെനറ്റ് തന്നെ. ഇതൊരു കോളേജാണ്. ഞാൻ ഇവിടുത്തെ ടീച്ചറും നീ സ്റ്റുഡൻറ്റും. അപ്പളെ പറഞ്ഞ ഫസ്റ്റ് അടി തന്നെ ഞാൻ അടിക്കാന്ന്. പോടലക്കല്ലെങ്ങായി എന്താണ് പാവട്ടാ. അത് ശരി, ഇവിടെ കളിച്ചിരിക്കോ ബാബോ? എടാ കോയമ്പോടെ ഫിറോസേ, ഇജെന്തോ ഒലക്കമ്മത്തെ കളി കളിക്കുന്നത്? അവരോടെ കാത്തിരിക്കല്ലേ? ടൈം എന്തായി? ടൈം 6:45. ഒലക്കമ്മത്തെ കളി. അമ്മേ നാരായണ, ദേവി നാരായണ, രാമോനെ അമ്പലത്തിന്റെ കിഴക്കേ ഭാഗത്ത് അന്നദാനം നടന്നു വരികയാണ്. അന്നദാനം സ്വീകരിക്കാത്തവർ ഉടനെ തന്നെ അന്നദാനം സ്വീകരിക്കേണ്ടതാണ്. ഇവന്മാര് ഇത് എവിടെ പോയി കിടക്കണം? മനുഷ്യരണ്ടെണ്ണം അടിക്കാൻ നേരത്തെ നായ്ക്കളെ കാണൂല്ലേ? നായ്ക്കളാ എന്തെന്നാ വേണ്ടായത്? അവന്മാരിപ്പം വരില്ലേ? ക്ഷമിക്കി. ഷീട്ട് കരസ്ഥമാക്കേണ്ടതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. എന്താണ് അവിടെ? അല്ല സാർ, ഞങ്ങൾ ഉത്സവത്തിന്. ഉത്സവം എവിടെയാ? എന്താടാ കയ്യിൽ കുപ്പിയും വെള്ളമൊക്കെ? നിക്കടവിടെ. ഓക്കെ സാറേ. കൊടുവാ. കുഴപ്പമില്ല സാറേ. അയ്യോ ഏടുന്നുണ്ട് നിങ്ങളെ പോയിക്കേ. മാത്യു അവരോടാ അല്ല പഠിച്ചോനെ. സാറേ,
അവർ രണ്ടുപേരും ഷർട്ട് ഇട്ടിട്ടില്ല സാറേ. ദൈവം കാത്ത്. അതല്ല വീട്ടിൽ പോയിട്ടോ. ആ ഉൽപ്പലാശേട്ടാ, ചെക്കനോടെ കൊണ്ടുവന്നേന് ഓനെ രാവിലെ തന്നെ വിട്ടല്ലോ. SI ലേശം കലിപ്പില, ഒരു വിധ കഴിച്ചിലാക്കി. ഓനോടെ ഒന്ന് അടങ്ങാൻ പറഞ്ഞേക്കണ്ടിട്ടോ. കുട്ടിയോളല്ലേ, സാറിനൊന്ന് കാണണോ? ഏയ് വേണ്ട, വേറെ ചൊറയൊന്നും ഇല്ലല്ലോ. ഇല്ല 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 ഇല്ല. എന്നാ ഞാൻ പോട്ടെ. അനക്ക് സുഖം തന്നെ? ഒരു കുഴപ്പമില്ല. ആ വെള്ളം പോലീസ് എന്താണോ അവിടെ? ആ വെള്ളടി കേസിലെ ഉല്ലാസേ മൂപ്പര മോനാ. ചെക്കനെ വിട്ടോന്ന് അറിയാൻ വേണ്ടി വന്നാ. ആദ്യം അനിയൻ, ഇപ്പൊ മോൻ. ഇയാളെ കൊണ്ടൊരു സ്വൈര്യമില്ലല്ലോ. സാറൊന്ന് സസ്പെൻഷൻ ആയതിന്റെ ദേഷ്യം ഇപ്പോഴും അയാളോട് തീർന്നില്ലല്ലേ? അത് അങ്ങനെയൊന്നും തീരൂല. അമ്മാതിരി പണി ആ നായിന്റെ മോൻ അന്ന് ചെയ്തത്. ഞാനും പ്രഭാകരനടക്കം 6 പേരാ കുറച്ചു ദിവസം വെറുതെ വീട്ടിലിരുന്നത്. മറക്കൂല. നിങ്ങളെ രണ്ടുപേരും പണിയാ. ഇല്ലെങ്കിൽ ആ ചെക്കനെ ഞാൻ ഈ കേസ് പൂട്ടിയാനെ. അത് സാറേ വേറൊന്നും കൊണ്ടല്ല. ആള് ഉൽപ്പലാക്ഷം നേരാ. വേവും വെളിവ് ഇച്ചിരി കുറയും. 16-ന്റെ പണി മുടക്കി സാറിന്റെ തലയിൽ അയാൾ തൂക്കും. ഹലോ. ആ സാറേ, ഏത് സ്റ്റേഷനായാലും ശരി ഇവിടുന്ന് പോയി കിട്ടിയാ. ഹലോ, ഈ പണിക്ക് വരാണ്ട് പിന്നെന്താ വരായിരുന്നു? ഒന്നും പറയണ്ട ഏട്ടാ, വീടിന്റെ അടുത്ത് ചെറിയൊരു മരണമുണ്ട്. ഒരു 2 ദിവസം കൂടി. അണക്കിനെന്തിനാ? ബായ് ഉദർ ഉദർ. പിന്നെ അണക്ക് പറ്റിയാണെ നാളെ പോരും. പിന്നെ ഈ പേപ്പർ ഇടാതെ പറഞ്ഞതേ ചിലർ കാര്യമൊന്നല്ല. അതിനൊക്കെ ഒരു നേരവും കാലമുണ്ട്, മനസ്സിലായോ? ശരി. ആ പണിയും തീരുമാനമായെന്ന് തോന്നുന്നുണ്ട്. അല്ലടോ ഉല്ലാസേ, ഇജ്ജ് ഇന്നലെ എവിടെയാണ്? എന്നെ അന്വേഷിച്ച എന്റെ അച്ഛൻ നടക്കണിരിക്കണല്ലോ. ഒന്നും പറയണ്ട അശോകേട്ടാ, ആകെ ചൊറേനിന്ന്. അതൊരു കഥയാണ്. അല്ല, ഇജ്ജ് മരിച്ച വീട്ടിൽ പോയില്ലേ? പോവാണ്. എന്നാ വേഗം ചെല്ല്. ആ എടാ, നിന്റെ മോനെവിടെ? അല്ലടോ, തൊട്ടടുത്തൊരു മരണം ഉണ്ടായിട്ട് കള്ളു കുടിച്ചും ചീട്ട് കളിച്ച് ഇരിക്കണം. നല്ല ടീമാ മക്കളെ. അല്ലുല്ലാസേ, അസോസിയേഷന്റെ റീത്ത് വയ്ക്കണ്ടേ? നീ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് ഒരു റീത്ത് വാങ്ങിക്കൊണ്ട് പോവാ. ആ, വരുമ്പോഴൊരു ഫുള്ളും കൂടി വാങ്ങിച്ചു. MH മതി കേട്ടോ. എന്താണ് പറ്റിയത്? എന്താന്നറിയില്ല, ഞാനിവിടെ കണ്ടപ്പോ. ആരാ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? ഞാനാ സാറേ വിളിച്ചത്. എന്താ ഇത്? ലേശം ഉറങ്ങിപ്പോയി. വീടിനടുത്തൊരു മരണം ഉണ്ടായിരുന്നു. റീത്ത് വാങ്ങാൻ വന്നാ. റീത്ത് വാങ്ങിട്ട് എവിടെയോ? നീയോ? വല്ലപ്പോഴും നിയമം അനുസരിച്ചൂടെ നിങ്ങൾക്കൊക്കെ? ആ, ഞങ്ങൾക്ക് പോകാം. പല ജാതി കണ്ടിക്കുന്നു. ജാതി സാധനങ്ങൾ കുടുംബത്തിലേ ഉണ്ടാവും. ഇതൊക്കെ കാണാനായിരിക്കും എന്റെ വീതി. ഈ പണ്ടാരങ്ങൾക്ക് ഇടയിൽ നിന്ന് ചത്തിട്ടിയാ മതിയായിരുന്നു. വേറെ വല്ല പെണ്ണുങ്ങളും ആയിരിക്കണം. എന്നേട്ടേച്ച് പോയിട്ടുണ്ടാവേ. എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാക്കും കൂടെ വിറ്റ് തുളച്ച് കുടിക്കാൻ. എടോ, ഞാൻ ഇറങ്ങി. അച്ഛാ, എന്താടാ അനക്ക് നായ്ക്ക് തൂടാൻ മുട്ടിയൊരു കളി? എനിക്കൊരു വണ്ടി വേണേ ഇനി. അതെന്തേ അനക്ക് പെട്ടെന്നൊരു വണ്ടിയുടെ ആവശ്യം? തിങ്കളാഴ്ച മുതല് അശോകന്റെ ഒപ്പം പത്രം ഇടാൻ ചെല്ലാൻ പറഞ്ഞേക്കണ്. ആ, അത് നല്ല കാര്യ. അങ്ങനെയാണല്ലേ ഈ വൈകുന്നേരം ടൗണിലേക്ക് പോരും. 1 2 അങ്ങനെയല്ല, ഒന്നുകൂടി ചെയ്യേ. 1 2 3 4 5 6 7 8. നോക്ക്, ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വാർഷികത്തിന് ഫസ്റ്റ് അടിക്കാനുള്ളതാണ്. എന്തായാലും വീട്ടിൽ പോയി എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ശരിക്കും പ്രാക്ടീസ് ചെയ്യണേ. നമസ്കരിക്കാം, വാ.
അപ്പൊ ഓക്കെ ബൈ. ആ ഉഷേ, എന്തൊക്കെയാ? ഏച്ചി അറിഞ്ഞോ, ഏട്ടൻ അച്ഛൻ പുതിയ വണ്ടി വാങ്ങി കൊടുക്കാൻ പോവാ. എന്നിട്ട് ഏട്ടന് പണിക്ക് പോവാൻ. എന്ത് പണി? പേപ്പർ ഇടാൻ. അത് നല്ലല്ലേ? നല്ലതൊക്കെയാ, പക്ഷെ ഏട്ടന്റെ കാര്യമായോണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ സമയം, ഏച്ചി ഞാൻ പോട്ടെ. ആ ബൈ ബൈ. ഉല്ലാസേ, ഈ ബജാജ് വാങ്ങിക്കോ. അതാകുമ്പോ എണ്ണ അടിക്കണ്ട, നല്ല മൈലേജ് കിട്ടും മോനെ. മൈലേജ് ഉണ്ടെങ്കിലും പാർട്സ് കിട്ടാൻ കട്ട പണിയാടാ. ഈ എംഹി എടുത്തോ, അടാറ് പുള്ളിങ്ങ. ഉല്ലാസേ, എടുക്കുമ്പോ നല്ല വണ്ടിനെ എടുക്കണടാ. അനക്കാവുമ്പോ ഇൻഫീൽഡ് നല്ലത്. എന്നിട്ട് വേണം തീട്ടക്കെട്ടപ്പെട്ട വണ്ടിനെ പോലെ പെടഞ്ഞ് കളിക്കാൻ. വല്ലപ്പോഴെങ്കിലും നല്ല കാര്യം പറയാൻ വായ പൊളിക്കണ തവളെ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാനും എന്റെ അച്ഛനും കൂടി വേണ്ട എന്താ വെച്ച് ചെയ്തോളാം. ഓക്കെ, ആയിക്കോട്ടെ ബോസേ. അനക്കത് കിട്ടണടാ. നീ എന്താ പറഞ്ഞേ? നീ നിന്റെ അച്ഛനുണ്ടാക്കാന്നില്ലേ? ഇപ്പൊ ഉണ്ടാക്കല്ല. എന്നാലും ഇതൊരു വല്ലാത്ത ഉണ്ടാക്കലായിപ്പോയില്ലേ? അതിലിപ്പോ എന്താ, ഓനൊരു ഒന്നാം തരം വണ്ടി കിട്ടില്ലേ? ഉല്ലാസേ, എന്റെ വണ്ടി എവിടെടാ? അപ്പൊ നിങ്ങളത് കണ്ടില്ല? ഇല്ല. ദേ, അതാണ് അവന്റെ വണ്ടി. എന്നാലും എന്റെ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ലട്ടോ. മൂപ്പര് ചെയ്ത വലിയൊരു ഉപകാരല്ലേ. ഇതാവുമ്പോ പെട്രോൾ അടിക്കണ്ട, നല്ലൊരു വ്യായാമം കിട്ടും. എന്ത് വ്യായാമം? അതിനുള്ള ജിമ്മി പോയ പോലെ. ഇതൊരു മാതിരി മറ്റേ അതെ, എല്ലാവരും കൂടെ വല്ലാണ്ട് കോൽ കളക്കണ്ട. എന്റെ അച്ഛൻ എന്നോട് ചെയ്ത വലിയൊരു ഉപകാരം തന്നെയാ. ആ, അടിപൊളി ഉപകാരാ. ഞാൻ പോവാണ്. കുളിച്ചിട്ട് പോടാ. വീട്ടിൽ വിളിച്ചോളാം. പോവല്ലടാ, ഒന്ന് പോടാ. വാടാ കുളിക്കാടാ. അമ്മേ, ഞാനിപ്പോ വരാ. എടി, നീ അവിടെ നിന്നേ. നീ എങ്ങോട്ടാ? ക്ലബിലെ വാർഷികത്തിന് മീറ്റിംഗ് ഉണ്ട്. ആ, ഇന്നിനി മീറ്റിംഗും പരിപാടിയൊന്നും വേണ്ട. നിന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. എന്നെ ഇപ്പൊ ആരും കാണാൻ വരണ്ട. അതെന്താ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അറിയാടി, ഞങ്ങക്ക് നന്നായിട്ട് അറിയാം. എന്നാലേ മോളാ പൂതി അങ്ങ് മടക്കി വെച്ചേക്ക്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഉല്ലാസേട്ടൻ ഇഷ്ടായി കഴിഞ്ഞാ പിന്നെ ഈ ലോകത്ത് ആര് തടസ്സം നിന്നാലും അത് നടക്കും. നിർത്തടി നിന്റെ ഒരു ഉല്ലാചേട്ടൻ. എന്ത് ക്വാളിറ്റി അടി അവനുള്ളത്? വേലയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതോ അതോ കള്ളും കുടിച്ച് കണ്ടിടം നിറങ്ങുന്നതോ? അച്ഛനെന്ന് മുതൽ ഈ ക്വാളിറ്റി ഒക്കെ ഉണ്ടായത്? ഗൾഫിൽ പോയി കുറച്ച് കാശ് സമ്പാദിക്കുന്ന അല്ല അച്ഛാ ക്വാളിറ്റി. എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും എന്നെ ചീത്തയാക്കാനോ വഴിതെറ്റിക്കാനോ ശ്രമിക്കാത്തതാണ് അച്ഛാ ഒരാളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. പക്ഷെ എന്തുകൊണ്ടോ അച്ഛൻ ആ ക്വാളിറ്റി ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ആ ഗൾഫ് പണിയെടുക്കുന്ന ആ കേച്ചേരിക്കാരിക്ക് നമ്മളെ റോഡ് സൈഡിൽ 6 സെന്റ് സ്ഥലം വിറ്റിട്ട് നഷ്ടപരിഹാരം അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിന്ന് ചെലക്കുന്നോടി നായിന്റെ മോളെ. അച്ഛനൊരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ ജീവിതത്തിൽ ഒരാണിനെ ഇഷ്ടപ്പെട്ടുള്ളൂ, അത് ഉല്ലാസ. ഇനിയിപ്പോ ഉല്ലാസിന് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഞാൻ ഉല്ലാസിനെ എന്നെ ഇഷ്ടപ്പെടുള്ളൂ. നടക്ക്. അതെ, നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട. നിങ്ങളായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഇനി മേലെ അങ്ങനെ വിളിച്ച വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കടത്താൻ. ഉല്ലാസേ, എന്തെത്തുമോ എന്താടോ? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ടിക്കറ്റ് എടുത്തോന്ന്. 60,000 ഉറുപ്പിക എമ്പടാ വാലിനടിച്ചില്ലേ? എന്ത് മാറ്റം കൊണ്ടാണാവോ? നിന്റെ സൈക്കിളാ? അതല്ലെങ്കിൽ പഞ്ചറായി കിടക്കാണ്. അതുപോലെ നാളെ എനിക്ക് 10 രൂപ പോകണം. ഒന്ന് പോയിടോ സൈക്കിൾ. കാലം പുതിയൊരു ലോകം തേടിപ്പോകുന്നു. ഞാനും ആ വഴി നേരിൻ പാതയിലോ കുളിരുള്ളൊരു സ്വപ്നത്തെ പിടിക്കണ പോക്കാണ്. ഇരവിൽ മായുന്നു പകലായി കാറ്റിൻ മാറിൽ ചായുന്നു. കാലം
പുതിയൊരു ലോകം തേടിപ്പോകുന്നു ഞാനും ആ വഴി നേരിൻ പാതയിലോടുന്നു തടയൊന്നുമില്ലാതെ കുളിരുള്ളൊരു സ്വപ്നത്തെ ചിറകേറി പാഞ്ഞു പിടിക്കണ പോക്കാണ് ഇരവെന്നിൽ മായുന്നു പകലായി കാണുന്നു പുതുപുലരി കാറ്റിൻ മാറിൽ ചായുന്നു. നിങ്ങൾ വരൂട്ടോ. അതെ ഞങ്ങൾ പോവാം. പാടാ. ആ വരൂ, ഇരിക്കൂ. വളർത്തുന്നായി തന്നെയല്ലേ? അതെ സാർ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് വാക്സിനേറ്റ് ചെയ്യുന്ന നായായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഈ മരുന്ന് കഴിച്ചാൽ മതി. എന്ത് പറ്റി കൈക്ക്? ഏയ് അത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് മാന്തിയതാ. നായ കടിക്കുന്നത് ഒരു പക്ഷെ വെപ്രാളം കൊണ്ടാവാം. അത് മാന്നുണ്ടെങ്കിൽ പേയുള്ളത് കൊണ്ടാ. എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ നായ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ 2 ആഴ്ച അതിനെ നിരീക്ഷിക്കുകയും വേണം. എന്നാ ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തിട്ട് ടി എടുത്തോളൂ. എടാ ബാബേ ഒന്ന് പോയടാ പാടി. എങ്ങനെ വളച്ച് തെണ്ടി. ഉല്ലാസിന് എന്ത് പറ്റി? ഓനെ നായ അടിച്ച്. എവിടുന്ന്? പാത്തടാമോ? അയ്യോ, എവിടെയാ കഴിച്ചേ? ചന്തിക്ക്. നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്ത് ചന്തിയാ? അല്ല, ഉല്ലാസിനെ. നിങ്ങൾ ക്ലാസ്സിൽ കയറണില്ലേ? വേറെ പണിയില്ല. വാ പോ. അല്ലെങ്കിൽ നായകൾക്ക് കടിക്കാൻ പോയിട്ടാ മനുഷ്യന്മാർക്ക് ചന്തി ഉണ്ടാക്കി വെച്ചേ. എന്റെ മാമന്റെ പോലും ചന്തിക്കാണ് നായ അടിച്ചേ. ഉല്ലാസേ ചെറുതൊന്നും നോക്കണോ? ചെറുത് വേണ്ട, ഒന്നടിച്ചാ മതി. ഇറങ്ങി പോയില്ലോ. ഉല്ലാസിനെ പറ്റിക്കാൻ നോക്കണ പന്നി. അയ്യോ വിശ്വനം, അയ്യോ 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 എന്താടാ ഇവിടെ? ഞാൻ ചെയ്യാൻ തുറക്കത്തി കണ്ട. അല്ല, അച്ഛനെന്തിനാ അമ്മേനെ വിളിച്ചറിഞ്ഞ്? ഒന്നുമില്ല. അവളെ എനിക്കുള്ള അതേ സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈറ്റുകളൊക്കെ എങ്ങനെയാടോ? കൊറേ നാളായി ഈ തുടങ്ങിട്ട്. ഈ എന്താ വിചാരിച്ചേ? ഞാനിന്ന് അന്ന് നമ്മൾ പിടിക്കൂലോ. പെണ്ണുങ്ങൾ തന്നെ വേണോ എനക്ക്? ദൈവമേ, അങ്ങനെയൊന്നും പിടിക്കപ്പെടല്ലേ. ഈ കാര്യം പറഞ്ഞേ, എന്തിനാ ഞങ്ങളോട് പോസ്റ്റാക്കി? അതൊക്കെ ഉണ്ട് മോനെ. ഒലക്കാണ്, ഞങ്ങൾക്ക് വേറെ പരിപാടികളുണ്ട്. വെള്ളം അടിക്കാനല്ലേ, കുറച്ചുകൊണ്ട് പോവാം. ഉല്ലാസേ, നീ കാര്യം പറയടാ, എന്താ സംഭവം? ഒന്ന് വെയിറ്റ് ചെയ്യ ചങ്ങായിമാരെ. ഒരു വട്ടാണ് 5 മണി കഴിഞ്ഞ വിവരം തിരക്കായിരിക്കും. നീ വന്നേ വാ. വെറുതെ നേരം കളയാൻ വേണ്ടിട്ട്. ആളെത്തി. നിനക്ക് ഇവിടെ മനസ്സിലായ? ഇതാണ് ആര്യ മോഹൻ. ഇവിടെയാണ് ഞാൻ അന്ന് പോയി പെണ്ണ് കണ്ടത്. മനസ്സിലായില്ല? അന്ന് എന്റെ മുണ്ടും ചെരുപ്പും കൊടുത്തോട്ട് ഒരു കല്യാണം മുടക്കിയത് ഓർമ്മയുണ്ടാ? എടാ, അന്ന് നമുക്ക് അതെ അതെ അതെ, ആള് മാറിപ്പോയത്. ഞങ്ങളൊരു തമാശക്ക് ചെയ്തേട്ടാ. ശരി, കുഴപ്പമില്ല. ഞാനാ സെൻസിൽ എടുത്തിട്ടുള്ളൂ. അല്ല, എന്തു പറ്റി? വൈകുന്നേരമായിട്ടും പച്ചക്ക് അടിച്ചില്ലേ? വാങ്ങാൻ പോണം. ഒരു മിനിറ്റ്.
നീ സത്യം പറ, അന്ന് ടൗണിൽ ഇവളുടെ കൂടെ നീ ഉണ്ടായിരുന്നേ? അതെ അതേന്ന്. അപ്പൊ നീ എന്താ പറയണ്ടിരുന്നേ? നീ എന്താ ചോദിക്കാഞ്ഞേ? ബെസ്റ്റ്. അപ്പഴേ ഞാൻ പോവാ, നിങ്ങളൊരു ഫുള്ളൊക്കെ എടുത്ത് വെച്ച് അടിക്കേ. പിടിച്ചു നിക്കണ്ടേ ബാബു? എന്റെ പേരെങ്ങനെ അറിയാ? അതൊക്കെ അറിയാം. അപ്പൊ എല്ലാരോടും ഞാൻ പോവാ. ബൈ. നീ പോണ്ടാവോ? നീണ്ട് പോര്. സാറേ എന്താണ് കൂടെ? സാറേ നമ്മുടെ പാർവതിനാരുടെ പ്രശ്നം അറിയാലോ. രാഗം പശുവിന് ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാക്സിമം കളിയാക്കി വിട്ടെ. ആര്? ആ സെന്റ് സേവിയസിന്റെ മക്കാണന്മാര്. അതിന് അതിനൊന്നുമില്ല സാറേ, നമുക്കൊരു കോളേജിൽ വെക്കണം. വേണ്ട, അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡേലടോ. ചളി വാരി അറിയില്ല സാറേ. എന്നാ പറ. നമ്മുടെ കുട്ടികളുടെ പാട്ടും ഡാൻസും കഴിവും എല്ലാരും അറിയണം സാർ. അതിനൊരു കോളേജിൽ വെക്കണം. അവരെ കഴിവ് തെളിയിക്കണം സാറേ. നോ 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 നോ, അത്തരം തോന്നിവാസങ്ങളൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ പഠനം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പോയാലോ? നിക്കടേ സാറേ, ഒന്നും കൂടി തീരുമാനിച്ചിട്ട് പോരാ സാറേ. ഇനി ഒന്നും ആലോചിക്കാനില്ല സാറേ. ബാബു സാറേ, അതൊരു കോളേജാണ്. ഇവിടെ നല്ലൊരു ബാത്റൂം ഉണ്ട്. ഇതിന്റെ ഒക്കെ ഫോട്ടോസ് എന്റെ ഉണ്ട് സാറേ, ഞാൻ പത്രത്ത് കൊടുക്കും. ബാബു നീ ഇപ്പൊ എന്താ പറഞ്ഞേ? പറയാനൊന്നുമില്ല സാറേ, ഇത് ഞാൻ പത്രത്ത് കൊടുക്കും. ബാബു കൂൾ കൂൾ ബാബു കൂൾ. വേണ്ട സാറേ, വേണ്ട സാറേ, വേണ്ട സാറേ, ഞാൻ പറയട്ടെ, വേണ്ട. ഞാൻ പറയട്ടെ ബാബു. ബാബു ഏടാ ബാബു, ഇത് വല്ല നടക്കോ? ഒന്നെങ്കിൽ നടക്കും, അല്ലേ ഞാൻ പുറത്താവൂടാ. ഏതാടാ പുതിയ ചരക്ക്? പുതിയ ഐറ്റമുള്ള മുത്തപ്പാ. അയ്യോ ടീച്ചർ, എൻ്റെ അമ്മേ. ഹണി മിശ്ര. മിസ്സാ, നീ ഏത് മിസ്സാ? പോട്ടെ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. സ്റ്റുഡൻസ്, നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 7 മാസം കഴിഞ്ഞു. ഞാനൊരു ഔട്ട് ഓഫ് സിലബസ് ആണ് പറയുന്നത്, എന്നാലും നിങ്ങൾ കേൾക്കണം. ഞാൻ ഇന്നലെ നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് കൂട്ടുകാരെ കണ്ടിരുന്നു. അവരെന്നെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, നിന്ന നിൽപ്പിൽ മുങ്ങിക്കളഞ്ഞു. ശരിക്കും എനിക്കത് ഫീൽ ചെയ്തു. ഏതൊരു അധ്യാപകരുടെയും സന്തോഷം എന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ അവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ചിരിക്കുക, അവരെ ഒന്ന് ബഹുമാനിക്കുക, ഇതൊക്കെ കാണുമ്പോഴാണ്. നിങ്ങൾ അധ്യാപകർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോടൊന്ന് ചിരിക്കെങ്കിലും ചെയ്യാം. ഇന്നലെ കണ്ട വിദ്വാന്മാരാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. മിസ്, ബാബുനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. ബാബു, പ്രിൻസിപ്പാളിനെ നിന്നോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഒരു കോളേജ് ആകുമ്പോ ഇത്തരം കലാപരിപാടിയൊക്കെ ആവല്ലോ. ചെറിയ രീതിയിലൊക്കെ നടത്താൻ മൂപ്പർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആ ഫോട്ടോയുടെ കാര്യം മൂപ്പര ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കിട്ടിയാല് തരാം സാറേ, തരാം. കോളേജിൽ നടക്കട്ടെ. അപ്പച്ചൻ വീട്ടിലില്ലേ മോളെ? ഓ ശരി എന്നാ. പള്ളി പൊതുയോഗം പാസ്സാക്കി. കാണാം. ടീച്ചർ നമ്മളോട് പറഞ്ഞേ, എവിടെ കണ്ടാലും ചിരിക്കണമെന്നല്ലേ? ഒന്ന് ചിരിച്ചു കൊടുത്താ. ഇന്നലെ ഞാൻ മാനേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നോ? യെസ് മാം. ടീച്ചേഴ്സിനെ എവിടെ കണ്ടാലും ചിരിക്കണമെന്ന് പറഞ്ഞിരുന്നോ? ആ,
എന്നിട്ട് ഇന്നലെ എന്നെ കണ്ടപ്പോ നോക്കി ചിരിച്ച ആ വിദ്വാന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇനി എന്നെ കണ്ട ചിരിക്കുകയും വേണ്ട മിണ്ടുകയും വേണ്ട, കാണാത്ത മട്ടിലങ്ങ് പോയാ മതി. എന്ത് പറ്റി മിസ്? നിങ്ങൾ കാട്ടാളന്മാര് ചിരി കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലെ അത് കണ്ടു. മിസ് ആ വന്നല്ലോ, വന്നാട്ടെ വന്നാട്ടെ. എന്തായിരുന്നു ആ പെർഫോമൻസ്? എല്ലാരും ഒന്ന് കാണട്ടെ. ചന്തേന്നാവാങ്കി ഇവിടുന്ന് ആവാം. ഉല്ലാസേ, അച്ഛന്ന് വരൂല, ഈ എന്നാ ആരുടെ സ്ഥിതി ഒന്ന് പോയി നോക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ. അനക്ക് വേണമെങ്കി മതി, അവസാനം പ്രാന്തെടുത്ത് നടക്കണ്ട. അല്ലടാ ഇന്നലെ സ്കൂളിൽ കയറാഞ്ഞ്? ഞാൻ അസൈൻമെന്റ് ചെയ്തില്ലേ, എന്നെ കൊണ്ട് ചൊറേ. അതിലൊന്നും കാര്യമില്ലടാ. ശരി എന്നാ കാണാം. ഉല്ലാസേട്ടാ എങ്ങട്ടാ പോണേ? ഒന്നുമില്ലടാ, ആ കടിച്ച നായനും നോക്കാൻ പോവാ. നോക്കി പോയി കളി, ഇനിയും കടിട്ടണ്ട. കരുനാക്കോളിച്ചു പലട തെണ്ടി കുരുത്തം കെട്ടിറക്കാൻ ആഞ്ഞൂലിനും വിഷം. പോത്തുകള്. അമ്മേ, ഇതാ അടിച്ച ബ്ലൗസ്. ആത്തുകൊണ്ട് വെച്ചേക്ക്. ഗീത എന്തേലും പറഞ്ഞോ? ആ കുറിന്റെ പൈസ വൈകുന്നേരം തരാന്ന് പറഞ്ഞു. ഓ, രാവിലെ തന്നെ തുടങ്ങിയോ വാലാത്തമാര്? ഒരുത്ത സൈഡാണല്ലോ. ഒന്നും സൗണ്ടൊക്കെ നല്ല ഉഷാറായിണ്ടല്ലോ. നായ എങ്ങനെയാണ് എന്റെ മൂക്കിന് ഇത്ര കറക്റ്റ് ആയിട്ട് കടിച്ച്? ഇനി ഈ മുട്ടിലേഞ്ഞാ പോയേ. വേണ്ട വേണ്ട, ഈ ബുദ്ധിമുട്ടണ്ട. പിന്നെ കോളേജിന് സെറ്റ് ആക്കിയിട്ടുണ്ട്, ഈ മാസം 16-നാ. അപ്പോഴേക്കും കഴിച്ചിലാവൂടാ. അത് പറഞ്ഞപ്പോൾ ഓർത്ത് നമുക്ക് സോൺസിലെടുത്ത് പോണ്ടേ? എടാ കുഞ്ഞാക്ക ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പോയാലാ? ഇന്ന് ഞാൻ കലക്കും. നമ്മുടെ ബാബോട്ടനല്ലേ പോണ്? ഇപ്പൊ വേണ്ട, പിന്നെ കുറച്ച് ആർക്കുണ്ട്. അടിക്ക് പോവട്ടെ, നിങ്ങളല്ലേ കോളേജിലേക്ക് വേണ്ടി പണിയൊക്കെ എടുത്ത്. ഒഴിക്കടാ. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലയാട്. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലയാട്. മണിമറന്നുല്ലസിക്ക മാൻമിഴിയാം പൊന്നേ, മധുരിത വേളയിത പൊളി പൊളിക്ക് ചങ്കേ. എനിക്കിട താളമിട്ട് കൂട്ടുകൂടി കരളേ. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലയാട്. കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട്, നിലവുകൾ നിറയുന്നൊരു നേരമല്ലയാട്. മണിമറന്നുല്ലസിക്ക മാൻമിഴിയാം പൊന്നേ, മധുരിത വേള ഇത പൊളി പൊളിക്ക് ചങ്കേ. എനിക്കിട താളമിട്ട് കൂട്ടുകൂടി കരളേ. താനനന താനനന താന താനനന താനനന താ. വീര വിരാട കുമാര വിഭോ ചാരുതര ഗുണ സാദര ഭോ. വീര വിരാട കുമാര വിഭോ ചാരുതര ഗുണ സാദര ഭോ. മരലവണ്യ നായി മനോഹരി തരുണ്യ ജയ ജയ ഭൂമി കരുണ്യ. മധുകടമായിത നിറമഴയായിത
മന്ദഗന്ധം വിണ്ണിൽ ഉദിക്കണ് മഴവിൽ തിടമ്പ് മഞ്ഞൾ വിളങ്ങണ്ട് മധുര കരിമ്പ് ജിൽ ജിൽ ചിലപ്പണ് കനക ചിലമ്പ് പൊടി പൊടിക്കണ് കുലകിളകുന്ന നുണരു മച്ചാണ്ടേ നുരനുരയിണ തിരയിളകണ് പുതുതിറയാട്ടം എങ്ങും ഘോഷമായി മിന്നും കാന്തിയായി കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട് നിലവുകൾ നിറയുന്നൊരു നേരമല്ലേയാണ് കനവുകൾ കൂടുവച്ച പ്രായമല്ലേ പാട് നിലവുകൾ നിറയുന്നൊരു നേരമല്ലയാണ് മതിമറന്നുല്ലസിക്കാൻ മെഴിയ പൊന്നേ മധുരിത വേളയിത പൊളി പൊളിക്ക് ചങ്ക് തിമികിട താളമിട്ട് കൂട്ടുകൂടി കരളേ സ്വപ്നായിരുന്ന അവരവിടെ പോയി സാധനം തീർന്ന് നീ തോളുന്ന് ഉല്ലാസേ ജി എങ്ങോട്ടാ ദാമോട്ടൻ്റെ അച്ഛൻ കുറച്ച് ക്യാഷ് കൊടുത്തയച്ചിട്ടുണ്ട് നാളെ ഫീസ് അടക്കണ്ടേ ഫീസാ എന്ത് ഫീസ് പരീക്ഷ ഫീസറാ ഒരു കാലത്ത് കൊല്ലിങ്ങാൻ ഈ ഇങ്ങോട്ട് വാടാ ഈ ചെക്കനിത് എന്താ പറ്റി നായ കടിച്ചിട്ടാണോ തലവില കൂടി കലികലി കാലം ചുവടു പിഴച്ചേ വീണിതു കാലിടറാതെ ചുവടതുറയ്ക്കാൻ പല വഴി പെരുവഴി പോകാം ഒരു വഴി നേർവഴി കാണ് ഗതിയതു കിട്ടാതലയാതിനിയും കൊതിയൊടു കനകൊടു നിൽക്ക് കുരുത്തം കെട്ടൊരു കുരുക്കൊരുക്കാതെ കെണികൾ ഓരോന്ന് കെണിച്ചുണ്ടാക്കാതെ കുറുമ്പിനപ്പുറം കലിപ്പതില്ലാതെ കുഴിമടി മാറ്റ് ചൊടിയോടു നിന്ന് ചുണയോടു നിന്ന് പണമില്ലാഞ്ഞിട്ട് പിണമതാവാതെ അലമ്പിനൊപ്പം കലമ്പലില്ലാതെ വിലയതുകാക്ക് വേണ്ട വേണ്ട വല്ലാത്ത പൊല്ലാപ്പ് പോരാ പോരാ നന്നാവാനിയൂക്ക് നേരും നെറിയും കാക്കാതെ ഈ നാട്ടിൽ നേരെ ആവാനാവില്ലൻ ചങ്ങായി ആവില്ലൻ ചങ്ങായി. നിങ്ങൾ ഇങ്ങനെ കുത്തിരണോ? എത്ര നാളെ വീടിന്റെ പണി തീർക്കാൻ ഏട്ടൻ പറയുന്നത്? എന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ പറയാ. ഇതിനൊക്കെ എവിടുന്ന പൈസ? ഈ വീടും പറമ്പില്ലേ, അതിന്റെ കാര്യത്തോട് തീരുമാനം ഉണ്ടാക്കി. അല്ലേ നിങ്ങൾക്ക് വേണ്ടേ? ഇങ്ങളൊരു പരീക്ഷക്കല്ലേ എന്ന് പോന്ന്. അതുണ്ടായിട്ടും വലിയ കാര്യമില്ല. എന്താകും എങ്ങനാകും വിധി പോലും വില്ല് പോലെ വളഞ്ഞു ഞെളിഞ്ഞെന്റെ അമ്മോ എന്നെ മാത്രം കാക്കണേ നീ തമ്പുരാനെ എന്നെ മാത്രം കാക്കണേ നീ തമ്പുരാനെ. പന്ത് സ്റ്റോപ്പ് ചെയ്താട്ടെ. മുടി ചീവല്ല അപ്പടി കൊടുക്ക. ഇപ്പുറത്തേക്ക് എനിക്കല്ലേ ഇതിന്റെ പണി. കണ്ടടി കണ്ട, ഞാനും പാസ്സായി. നോക്കടി. ഓ, ചിലരൊക്കെ വിചാരിക്കും ഞമ്മളൊന്നിനും പറ്റാത്തവരാന്ന്. എന്നിട്ടിപ്പോ എന്തായി കണ്ടില്ലേ? ഇങ്ങോട്ട് പിടിക്കടി. മുട്ടോണ്ട് തട്ടണ്ടാ, നേരെ തട്ട്. ഇനി ബോളും കളിച്ച് നടന്ന SLC കൂടി പാസ്സാവണ്ട. അച്ഛൻ ഡിഗ്രി പാസ്സായി. അല്ല, ഞാനും ഡിഗ്രി എടുത്താലോ? ഉല്ലാസേ, നമ്മൾ എത്ര പരീക്ഷ തോറ്റതാടാ. വീട്ടുകള ഞങ്ങളൊക്കെ തോക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആദ്യം അറിയാൻ. പക്ഷെ നീ ജയിക്കുന്ന ഞങ്ങൾ വിചാരിച്ചേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടേക്ക് എന്തൊക്കെയായിരുന്നു. എനിക്കതല്ല, അവള് മുത്തപ്പൻ എങ്ങനെ ജയിച്ചേ? എന്തോ ഉടായ്പുണ്ട്. സംഭവം കോപ്പിടിച്ചിട്ടാണ്. അത് പിടിക്കാണ്ടിരിക്കാൻ കൈക്കൂലും കൊടുത്തിട്ടുണ്ടാവും. ഉല്ലാസ്, ഒന്നിങ്ങോട്ട് വരുമോ? ഓ, ഈ ഓളെ അറിയിച്ച ഇവനിത് എന്തിന്റെ സൂക്കണേന്?
ഉല്ലാസ്, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനങ്ങളും അങ്ങനെയായിരിക്കും. അച്ഛൻ ഉല്ലാസിനെ പറ്റി പറഞ്ഞതൊന്നും ഞാൻ കാര്യാക്കാതിരുന്നത് ഉല്ലാസിന് നല്ലൊരു അംബീഷൻ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ. അത് വെറും സ്വപ്നമായിരുന്നല്ലേ? എനിക്കാ തെറ്റിയത്. ഉല്ലാസിനെ പോലുള്ളവർക്ക് ഒന്നിനും കഴിയില്ല. ഇനി ഉല്ലാസിനെ കാണാൻ ഞാൻ വരില്ല. ഉല്ലാസ് എന്നെ കാണാനും ശ്രമിക്കരുത്. അങ്ങോട്ട് മാറിയേക്ക്. വിട്ടേക്കടാ, നീ ഇതൊന്നും കാര്യാക്കണ്ട. എല്ലാ പരീക്ഷയ്ക്ക് തോറ്റു പോകണം. ഏട്ടാ, ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര നേരമായി ഫോൺ വിളിക്കുന്നു? ചെറിയച്ഛൻ ആക്സിഡന്റ് ആയിരുന്നു, സീരിയസ് ആണെന്ന്. ഏട്ടനെ കാണണം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പോയിടുന്നു, ഞാൻ ആളെ കാണാൻ നിൽക്കല്ലേ. എടാ ബാബു, ഇതാണ് നമ്മളെ കാറ്. ഇത് ഫുള്ളായിട്ട് അലങ്കരിക്കണം. മുത്തപ്പ എന്താ ഓർഡർ? ഇതൊക്കെ മതിയടാ, വൈകിട്ടൊന്ന് കാണണം. അതൊക്കെ ശരിയാക്ക. ഇപ്പൊ വണ്ടി എടുക്ക്. ഓക്കെ മുത്തപ്പ, കേറ്. ഇതെന്താ സാധനം? വിളിക്കും ഞാൻ. പ്രിയമുള്ളവരെ, 3ാം വർഷ ബിരുദദാന പരീക്ഷയിൽ ബോധോദയം ട്യൂട്ടോറിയൽ കോളേജിന്റെ അഭിമാന താരം ശ്രീ ശിവവേട്ടന്റെ വിജയാഘോഷ ജാഥയാണ് ഈ വാഹനത്തോടൊപ്പം കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ അഭിമാന ധ്വജനം ശ്രീ ശിവവേട്ടന്റെ വിജയാഘോഷ ജാഥയാണ് ഈ വൈത്താരയിലൂടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, 3ാം വർഷ ബിരുദദാന പരീക്ഷയിൽ ബോധോദയം ട്യൂട്ടോറിയൽ കോളേജിന്റെ അഭിമാന താരം. നിർത്തറ, ഉല്ലാസിനെ കാണാനില്ല. ഉല്ലാസിനെ കാണാനില്ല. എവിടെ പോയി? എവിടെ പോയി കിടക്കണ്ടോ? പറഞ്ഞില്ല. ഉല്ലാസേ, ഉല്ലാസേ, എവിടെയാ പോയി ഇവിടെ ഒന്നും കാണുന്നില്ലടാ. അവൻ എങ്ങോട്ടാ പോയിണ്ടാവും? അവൻ വല്ല കടുങ്കൈ ചെയ്യുന്ന തോന്നുന്നു. അങ്ങനെ പറയല്ലേ തൊപ്പ. ஆதி தமிழ் நாயகரே, மன்னாழும் மன்னவரே, அழிமுத்து நாயகரே, முருகா நினைவு வென்றுகிறோ. ஹர 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 ஹரோ ஹர, முருகனுக்கு ஹரோ ஹர, ஹர 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 ஹரோ ஹர.
யாரும் இல்லை, என்னிடமும் யாரும் இல்லை. உன்னை நம்பி நான் இருக்கு பழனி மலை வாழ்பவரே. കുട്ടി എവിടുന്നാ? ഭഗവാനെ തൊഴാൻ വന്നതല്ല. കണ്ടാൽ അറിയാം കുട്ടി, നിന്നെപ്പോലെ ഒരിക്കല് നാടും വീടും സർവവും ഇട്ടെറിഞ്ഞു വന്നവനാ ഞാനും. എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ എന്നെ തിരഞ്ഞു വരുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു. ആരും വന്നില്ല. കുട്ടിയെ ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. മനസ്സാകെ പതറിയിരിക്കുകയാണല്ലേ. പിൻഗാമിയെ തിരിച്ചറിയാൻ അധിക സമയം വേണ്ട. നിങ്ങൾ ആരാ? പണം പണത്തിനു മുകളിൽ വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ മറന്നു തുടങ്ങിയ ഒരു സാധാരണക്കാരൻ. ബിസിനസ്സും മീറ്റിങ്ങും യാത്രകളുമായി ജീവിച്ച എന്നെ എൻ്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല. താൽക്കാലിക സുഖത്തിനായി അവർ മറ്റു പല വഴികളും കണ്ടെത്തി. ജീവിതത്തിൽ അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരതിനു ശ്രമിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് ദാ ഇവിടെ എത്തി. അതുകൊണ്ട് ഇനിയും ഇവിടെ ചുറ്റിത്തിരിയാതെ വേഗം നാട് പിടിക്കാൻ നോക്ക്. തിരിച്ചു പോകാൻ കയ്യിലെന്തെങ്കിലും ഉണ്ടോ? എടാ ഉല്ലാസേ, നീ എവിടെയായിരുന്നടാ? എടയ്ക്ക് നിന്നെ തെരഞ്ഞെടുക്കുക. ചെറിയ പോയിട്ടാ. എടാ ഫിറോസേ, ഉല്ലാസ് ഇത്ര അവിടുന്ന് കാണാ. പോവാ മുത്തപ്പാ, പിടിച്ചിരുന്നോ? ആ കനക കേറിയിരിക്കി. ഇരിക്കുന്നില്ലേ വിശാലർത്തിയെ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അവിടേക്കൊന്നും ആരും കണ്ടില്ല. പിന്നെ ഉല്ലാസല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. എന്തായാലും ഉൽപ്ലാഷൻ നായരൊന്ന് വിളിക്ക്. അതെ, കനകം വന്നിട്ട് നിങ്ങളിന്ന് കാണണമെന്ന്. മോനെ, ഈ എവിടെയായിരുന്നു? അന്നെ വിളിക്കാൻ കനകം വന്നിക്കുന്നു. ഈ പോണോ എൻ്റെ കൂടെ? എൻ്റെ അച്ഛനും ചെറിയച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഓരൊക്കെ പഴയ ആൾക്കാരല്ലേ, അതുകൊണ്ട് അനക്കൊരു കുരുത്തക്കേട് ഉണ്ടാവണ്ട. എന്താ വേണ്ടത് നോക്കി ചെയ്യേ. മരിച്ചവരോടല്ല പകരം വീട്ടണം. കനക, ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇവിടെ ആരും വരില്ലെന്ന്. എനിക്ക് അങ്ങനെ ഒരു അനിയനില്ല. ഉൽപ്പലാഷനാരെ, ബന്ധങ്ങൾ വാക്കുകൾ കൊണ്ട് മുറിക്കാൻ പറ്റുന്നതല്ല. ഈ പോ. അവൻ അങ്ങനത്തെ ഉല്ലാസേ, ഒന്നവിടക്ക്. ഈ അന്നൊന്നും പറയാതെ പോയില്ലേ? ശേഷം മുറിച്ചവർ 16 കഴിഞ്ഞ് പുറത്തു പോകാൻ പാടുള്ളൂ. അനക്കതിലൊന്നും വിശ്വാസമില്ലാന്ന് എനിക്കറിയാം. പിന്നെ പോയി എന്ന് വിചാരിച്ചിട്ട് മരിച്ചവരാരും തിരിച്ചു വരാനും പോകുന്നില്ല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അന്ന് അമ്മ അങ്ങനെ പറഞ്ഞു, ഞാൻ വന്നു, അതവിടെ കഴിഞ്ഞു. പിന്നെ മൂപ്പര് മരിച്ചിട്ട് 16 കഴിഞ്ഞ് ആ പീടി പൂട്ടിയിട്ടിരിക്കുക. അനക്കറിയോ, ആ പീടിയും വീടും എല്ലാം എൻ്റെ പെങ്ങളെയും പേരിലാണ് മൂപ്പര് എഴുതി വെച്ചിരുന്നു. നിങ്ങൾക്ക് അയാളെ വേണ്ടെങ്കിലും അയാൾക്ക് നിങ്ങളെ വേണമായിരുന്നു. ഇനിയെങ്കിലും ഉത്തരവാദിത്തോടെ ജീവിക്കാൻ നോക്കും. ആ പ്രമാണൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വേണേ വന്ന് വാങ്ങിക്കും. നന്നായാൽ മതിയായിരുന്നു. നീ കിടക്കുന്നില്ലേ? ഞാൻ കിടന്നോളാം. ഉല്ലാസേ, നീ ഇപ്പം എന്താലോചിക്കുന്നത് എനിക്കറിയാം. എന്ന് കരുതി ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നൊന്നുമല്ല. നിനക്കൊന്നത് പിടിക്കില്ലല്ലോ. ചെറിയച്ഛനാ സ്വത്ത് മുഴുവൻ നിന്റെ ഉഷയുടെയും പേരിൽ എഴുതി വെച്ചത്
നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ എന്നോടുള്ള പഴയ ഇഷ്ടം വെച്ചോ? ആക്സിഡന്റ് ആവുന്നതിന്റെ തലേന്ന് മൂപ്പരെന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത്. മോന്റെ അച്ഛൻ്റെയും പോക്ക് ഏതാണ്ട് ഒരേപോലെയാ. ഇപ്പോ സസ്പെൻഷൻ ആണെങ്കിൽ നാളെ ഡിസ്മിസലാ. അതിനൊന്നും വലിയ താമസം വേണ്ട. കയ്യിലിരിപ്പിനുള്ളത് കിട്ടാണ്ട പോയ ചരിത്രമല്ല. പോലീസ് പണി പോയാ പിന്നെ നിങ്ങളെ കുടുംബം എങ്ങനെയാ കഴിയുക? അതുകൊണ്ട് ഉല്ലാസിനോടൊരു കാര്യം പറയാം. ഈ കുട്ടിക്കളിയൊക്കെ നിർത്തിയിട്ട് എൻ്റെ കടയിൽ വന്ന് നിൽക്കാൻ. പണിക്കാരനായിട്ടല്ല, മുതലാളിയായിട്ട്. അത് പറയാൻ വേണ്ടി ഞാൻ കാണുമ്പോ ഓനെ വിളിക്കും. ഓൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ തമാശയൊക്കെ പിള്ളേർക്ക് ഇപ്പോഴും വലിയ സംഭവങ്ങളല്ലേ. ശരി. പിന്നെ എനിക്ക് ഈ ലോകത്ത് കൂടപ്പിറപ്പെന്ന് പറയാൻ വേറെ ആരുമില്ല. നിങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ പിശുക്കി ഞാൻ കൂട്ടി വെക്കുന്നതൊന്നും പോകുമ്പോ കൊണ്ടുപോയില്ല. ഇനി നിനക്കെന്താ പറയാനുള്ളത്? അമ്മേ, ഞാൻ ചിലരങ്ങനെയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിടിയും തരില്ല. മരിച്ചു കഴിഞ്ഞാവും നമ്മൾ അവരെ മനസ്സിലാക്കുക. പക്ഷെ ഒരു നന്ദി പോലും നമുക്ക് അവരോട് പറയാൻ കഴിയില്ല. ആ കട അങ്ങനെ പൂട്ടിയിട്ട് നശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോയി തുറന്നോളാം. ഓ ഇതായിരിക്കുന്നുണ്ട് കൊറേ ഒരു ജോലിക്കും പോവാണ്ട്. നല്ല പ്രടി. ഇനിയെങ്കിലും ഈ കൂട്ടുകെട്ടൊന്ന് അവസാനിപ്പിച്ചൂടെ? ഡാ ഉല്ലാസ്, വൈകിട്ടുണ്ട് വരില്ലേ നീ? അതെന്താണ്ടോ ഉല്ലാസില്ലാത്തൊരു പരിപാടിയോ? അതന്നെ. അതെ, ഇനി ഏട്ടൻ നിങ്ങളുടെ കളിക്കൊന്നും കിട്ടൂല. വായട്ട പോവാം. നിക്ക് ഡാ, ഇത്രയും കാലം നമ്മൾ കളിച്ചും ചിരിച്ചും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നു. ഇനി ഒരൽപ്പം സീരിയസ് ആവാം. ചീത്തയാവാൻ ഒരുപാട് വഴികളുണ്ട്. നന്നാവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. വാടി. വാ. എടാ ഉല്ലാസേ, എന്നാ പിന്നെ ഞങ്ങളുണ്ടാ. രക്ഷിക്കണേ. നല്ല എന്നെങ്കിലും നേരത്തെ ഒന്നുടാ. ശീലായി പോയടാ. എടാ, ഇന്നല്ലേ ദിവ്യയുടെ കല്യാണം, പോണില്ലേ? ഞാനെന്തിനോണ്? അല്ല, നിന്നെ കെട്ടുന്ന് പറഞ്ഞ ഒറ്റക്കാലം നിന്ന പെണ്ണല്ലേ? നീ അരി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചേ. എന്നെ കൊണ്ട് തെണ്ടി. എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ വേണ്ട പറഞ്ഞോളൂ. ഈ ഉല്ലാസ് എന്ന് പറയുന്ന ആള്? ആ പറയുന്ന ആള് ഇതാണ്. എന്തായിരുന്നു? ഹലോ, എന്റെ പേര് സാന്ദ്ര. ഞാനിവിടെ ഉണ്ണികുളം പഞ്ചായത്തില് LD ക്ലർക്കായിട്ട് 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തു. ഇവിടെ ഒരു വീട് വാടക കിട്ടാനുണ്ടാവോ? അല്ല, അവിടെ അന്വേഷിച്ചപ്പോ നിങ്ങളെ വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. ഫാമിലി ആണോ? അല്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. മാരീഡ് അല്ല? അല്ല. അത് നന്നായി. നമുക്ക് ശരിയാക്കാം. ഇതാണ് എന്റെ നമ്പർ, വിളിച്ചാ മതി. ഓക്കെ, ശരി. ഉല്ലാസിന് എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല. കുഴപ്പമില്ല, ശരി. ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. സത്യം പറഞ്ഞ നിനക്ക് നല്ലത്. സത്യം എനിക്ക് അറിഞ്ഞൂടാന്ന്. എന്നിട്ടാണ് നിന്നെ ഉല്ലാസം എന്ന് വിളിച്ചിട്ട് പോയത്? അതും എനിക്കറിഞ്ഞൂടാ. നിനക്ക് എന്തിനാ അറിയൂടാ? അറിയാം. ഈ പോയ പെണ്ണ് ഞാൻ കെട്ടും. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഉല്ലാസം ഈ പെണ്ണെ കെട്ടിയിരിക്കും ബാബു. എന്റെ പൊന്നു.